Hello everyone, so the next section is section 135, corporate social responsibility. Now this section is one of the most recognizable provisions of Companies Act 2013 because before Companies Act 2013 there was no such provision where a corporate entity has to mandatorily spend some amount of their profits for social causes. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊവിഷൻ തന്നെ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ലെജിസ്ലേഷനിൽ. അതുകൂടാതെ ഇങ്ങനത്തെ ഒരു സെക്ഷൻ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ many corporates used to spend a lot of their profits for social causes. Companies like Wipro, Tata Steel, Kitex Garments ഇപ്പോഴും അവരുടെ CSR റിക്വയർമെൻറ്റിനെയും കാട്ടി over and above they spend. So there are companies with good background for spending on social causes, and they actually have a good reputation and goodwill among the environment and the society in which they exist. അപ്പോൾ ഈ സെക്ഷനിൽ എന്താണ് പറയുന്നത്? പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ സെക്ഷനിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ സെക്ഷനിൽ പറയുന്ന സെക്ഷൻ 135 പറയുന്ന പല കാര്യങ്ങളും, പിന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി റൂൾസിൽ പറയുന്നത്, അതായത് കമ്പനി CSR പോളിസി റൂൾസ് 2014 ഉണ്ട്, അതിൽ പറയുന്ന ചില കാര്യങ്ങളും, പിന്നെ ഷെഡ്യൂൾ 7 പറയുന്ന ചില കാര്യങ്ങളും. കമ്പനീസ് ആക്ടിൽ 7 ഷെഡ്യൂളുണ്ട്. അതിനകത്ത് 7ാമത്തെ ഷെഡ്യൂൾ ഇറ്റ് ഈസ് സ്പെസിഫിക്കലി ഫോർ CSRൻ്റെ ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അതിൽ CSR ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ഷെഡ്യൂൾ 7 ഓക്കെ. ഷെഡ്യൂൾ 7 ഏറ്റവും അവസാനമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അല്ലെങ്കിൽ വേണമെങ്കിൽ വേണ്ട, ഏറ്റവും അവസാനം നിങ്ങളുടെ ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഓർഡറിൽ തന്നെ അങ്ങ് പോവാം. ഇനി നിങ്ങൾ പേജ് നമ്പർ 9.29 എന്ന് എടുത്തേ. കിടക്കുന്നുണ്ടോ? ആ പേജ് തന്നെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് കിടക്കുന്നത്. The Companies Act 2013 lays down the provisions requiring corporates to mandatorily spend a prescribed percentage of their profits on certain specified areas of social upliftment in discharge of their social responsibilities. Broadly, corporate social responsibility implies a concept whereby companies decide to contribute to a better society and a cleaner environment. A concept whereby the companies integrate social and other useful concerns in their business operations for the betterment of its stakeholders and society in general. അപ്പോൾ എന്താണ് CSR, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് പ്രത്യേകിച്ചൊന്നുമില്ല. തൊടുതാഴെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിൻ്റെ ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. The Company CSR Policy Rules 2014 Rule 2(1)(c) provides the exhaustive definition of CSR, which provides that the CSR means that the CSR means and includes but is not limited to projects or programs relating to activities, areas or subjects specified in Schedule 7 of the Act. ഞാൻ പറഞ്ഞു Schedule 7 കുറേ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഏർപ്പെടാൻ പറ്റുന്ന ചില പ്രോഗ്രാംസ് ആണ്, ചില പ്രൊജക്ട്സ് ആണ് എന്ന് ഷെഡ്യൂൾ 7 തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ലിസ്റ്റ് ഓഫ് പ്രൊജക്ട്സും പ്രോഗ്രാംസും, അത് ഞാൻ ഓരോന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. അടുത്തത് projects or programs relating to activities undertaken by the board of directors of a company in pursuance of recommendations of the CSR committee of the board as per declared CSR policy of the company, subject to the condition that such policy include activities, areas and subjects specified in Schedule 7. ഈ ഡെഫിനേഷന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഇത്രയേ ഉള്ളൂ. CSR എന്ന് പറഞ്ഞ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് റെക്കമെൻഡേഷൻ കിട്ടും, ഇങ്ങനത്തെ ചില ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നത് നല്ലതാണെന്ന്. ആര് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ CSR കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യും. ഏതൊക്കെ കമ്പനീസാണ് CSR കമ്മിറ്റി ഫോം ചെയ്യേണ്ടതെന്നാണ് യഥാർത്ഥത്തിൽ സെക്ഷൻ 135 എടുത്ത് പറയുന്ന സബ്സെക്ഷൻ 1. അപ്പോൾ സബ്സെക്ഷൻ 1 എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ കമ്പനീസ് CSR കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കണം. ഈ ഞാൻ പറഞ്ഞു പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓഡിറ്റ് കമ്മിറ്റി എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെയുള്ള ഒരു കമ്മിറ്റിയാണ് CSR കമ്മിറ്റി. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഒരു സബ്സെക്റ്റാണ്. ഈ സബ്സെക്റ്റിന് ഒരു സ്പെഷ്യലൈസ്ഡ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. CSR ആക്ടിവിറ്റീസ് ഏതിലൊക്കെ ഏർപ്പെടണം, എത്ര രൂപയായിരിക്കണം സ്പെൻഡ് ചെയ്യേണ്ടത് കമ്പനി, CSR പോളിസി ഡോക്യുമെൻ്റ് ഫ്രെയിം ചെയ്യുക, ഇങ്ങനത്തെ ചില സ്പെഷ്യലൈസ്ഡ് ടാസ്കുകൾ ചെയ്യാൻ പോകുന്നത് ഈ CSR കമ്മിറ്റി ആയിരിക്കും. എന്നിട്ട് CSR കമ്മിറ്റി അവരുടെ റെക്കമെൻഡേഷൻ ബോർഡിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ബോർഡ് അത് പ്രകാരം CSR ആക്ടിവിറ്റീസിൽ പൈസ ചെലവാക്കുകയും ഏർപ്പെടുകയൊക്കെ ചെയ്യും കമ്പനിക്ക് വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? അപ്പോൾ CSR കമ്മിറ്റിക്കാണ് ഒരു സ്പെഷ്യലൈസ്ഡ് ടാസ്ക് ഉള്ളത്. ഈ എത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യണം, ഏത് ആക്ടിവിറ്റീസ് സ്പെൻഡ് ചെയ്യണം,
എന്തായിരിക്കണം കമ്പനിയുടെ CSR പോളിസി, ഇതുപോലത്തുള്ള ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് CSR കമ്മിറ്റിക്ക് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ക്ലിയർ ആയോ? ഇനി ഏതൊക്കെ കമ്പനീസാണ് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ടതെന്നാണ് ആദ്യം സെക്ഷൻ 135 സബ്സെക്ഷൻ 1 പറയുന്നത്. ലിസൺ വെരി കെയർഫുള്ളി. തുടങ്ങുന്നുണ്ടോ, വിച്ച് കമ്പനി ഈസ് റിക്വയർഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് CSR കമ്മിറ്റി? അതിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 135 സബ്സെക്ഷൻ 1 എവറി കമ്പനി തുടങ്ങുന്നുണ്ടോ, അവിടെ ലിസ്റ്റഡ് കമ്പനിന്നോ പബ്ലിക് കമ്പനിന്നോ ഒന്നും പറയുന്നില്ല, പ്രൈവറ്റ് കമ്പനിന്നോ ഒന്നും പറയുന്നില്ല, എടുത്ത് പറയുന്നത് എന്താണ്, എവറി കമ്പനി. അപ്പം നിങ്ങൾ എന്ത് കമ്പനി ആയിക്കോട്ടെ, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും താഴെ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങളുടെ കമ്പനിയിൽ എന്ത് രൂപീകരിച്ചേ പറ്റൂ, ഒരു CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ. ഈ CSR കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സബ് കമ്മിറ്റി അല്ലെങ്കിൽ സബ്സെക്ട് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള കമ്പനി ആയിരിക്കണം? ഒന്നെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് 500 crores ഓർ മോർ ആയിരിക്കണം. എന്താണ് നെറ്റ് വർത്ത്? സാധാരണ രീതിയിൽ നമ്മൾ അക്കൗണ്ടൻസിയിൽ ബിഗിനിങ് ലൈക്ക് 11th സ്റ്റാൻഡേർഡ് ആൻഡ് 12th സ്റ്റാൻഡേർഡ് ഓർ ഇൻ യുവർ ഫൗണ്ടേഷൻ ലെവൽ യു മൈറ്റ് റിമെമ്പർ എ ഫോർമുല കോൾഡ് ക്യാപിറ്റൽ ഈക്വൽസ് അസറ്റ്സ് മൈനസ് ലയബിലിറ്റീസ്. ഇതിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ അസറ്റ്സ് ഉപയോഗിച്ചിട്ട് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ബാക്കി അവശിഷ്ടമായ പൈസ, അതിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ പൈസ ഓണേഴ്സിന് പോകുന്നത്. ഇതിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. കമ്പനീസിൻ്റെ സിനാരിയോയിൽ ഒരു സിമ്പിളായിട്ട് നെറ്റ് വർത്ത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾക്ക് ഷെഡ്യൂൾ 3 അറിയുമെങ്കിൽ എളുപ്പമാണ് ഈ നെറ്റ് വർത്ത് എന്താണെന്ന് പറയാൻ. ഷെഡ്യൂൾ 3 2 ഹെഡുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതായത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസിൽ 2 ഹെഡ് വരുന്നുണ്ട്. ഒന്ന് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഹെഡ് വരുന്നുണ്ട്, പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡ് വരുന്നുണ്ട്. ഈ 2 ഹെഡുകൾ ഒരു മെയിൻ ഹെഡിൻ്റെ ഭാഗമാണ്. ആ മെയിൻ ഹെഡിൻ്റെ പേരാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്സ് ആണല്ലോ. അപ്പം നിങ്ങളെടുത്ത് നെറ്റ് വർത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് ആണ് നെറ്റ് വർത്ത്. ഈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു ഹെഡിൻ്റെ അടിയിൽ എന്തൊക്കെ വരും? ഷെയർ ക്യാപിറ്റൽ വരും, റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. ഇത് രണ്ടിൻ്റെയും സമമാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. വേണമെങ്കിൽ നെറ്റ് വർത്ത് നമുക്ക് ഇങ്ങനെ എടുക്കാം, ടോട്ടൽ അസറ്റ് എടുക്കുക, അതിൽ നിന്ന് ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം ഡിഡക്റ്റ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന നെറ്റ് ഫിഗറിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് യഥാർത്ഥത്തിൽ നെറ്റ് വർത്ത്. ഇനി റീവാല്യൂഷൻ റിസർവ് വല്ലതും ഉണ്ടെങ്കിൽ ആ റിസർവ് എടുക്കരുത്. അതുകൂടാതെ റീവാല്യൂഷൻ റിസർവ് എടുക്കരുത്. അതുകൂടാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ലോസ് അക്യുമുലേറ്റഡ് ലോസസ് വല്ലതും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കണം ഈ റിസർവ്സ് ആൻഡ് സർപ്ലസിൽ നിന്ന്. അതുകൂടാതെ എന്തെങ്കിലും ഡെഫേർഡ് എക്സ്പെൻഡിച്ചറോ മിസ്ലീനിയസ് എക്സ്പെൻഡിച്ചറോ റിട്ടേൺ ഓഫ് ചെയ്തിട്ടില്ല, അതായത് അസറ്റ് സൈഡിൽ കിടക്കുകയാണ്, മറ്റേ പ്രിലിമിനറി എക്സ്പെൻസസ് നോട്ട് റിട്ടേൺ ഓഫ്, അതുപോലെ ഏതെങ്കിലും ഡെഫേർഡ് എക്സ്പെൻഡിച്ചർ, അതായത് ഹൈ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, അത് ചിലപ്പോൾ നമ്മൾ ഡെഫർ ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മളത് ചെയ്തില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറച്ചതിന് ശേഷം വരുന്ന ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെയാണ് നെറ്റ് വർത്ത് എന്ന് പറയുന്നത്. അപ്പം തിരിച്ചു വരികയാണ്, ഏതൊക്കെ കമ്പനീസാണ് CSR കമ്മിറ്റി രൂപീകരിക്കേണ്ടതെന്ന്. നിങ്ങളുടെ നെറ്റ് വർത്ത് ഒന്നെങ്കിൽ 500 crores മോറോ ആണെങ്കിൽ, അതായത് ഏതൊരു കമ്പനി ആകാം, നിങ്ങളുടെ നെറ്റ്വർക്ക് എത്ര രൂപയാണെങ്കിൽ 500 crores അല്ലെങ്കിൽ മോറോ ആണെങ്കിൽ നിങ്ങൾ എന്ത് രൂപീകരിച്ചേ പറ്റൂ? ഒരു CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ. ഇനി നിങ്ങൾ നെറ്റ്വർത്ത് നിങ്ങളുടെ അത്രയില്ല, എന്നാൽ അടുത്ത് നോക്കണമെന്ന് വെച്ചാൽ ടേൺ ഓവർ ആണ്. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ടോട്ടൽ റവന്യൂ ആണ്. അത് ഗുഡ്സ് വിറ്റും ഉണ്ടാകാം, സർവീസ് റെൻഡർ ചെയ്തും ഉണ്ടാകാം. നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1000 crores അല്ലെങ്കിൽ അതിന് കൂടുതലാണ്. ദാറ്റ് ഈസ് ടേൺ ഓവർ ഓഫ് ₹1000 crores ഓർ മോർ. അപ്പോൾ ടേൺ ഓവർ നിങ്ങൾ 1000 crores അല്ലെങ്കിൽ അതിന് മേളിലോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് രൂപീകരിച്ചേ പറ്റൂ? ഒരു CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ. ഇനി ടേൺ ഓവറും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എന്നാൽ നിങ്ങളുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5 crores അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ട്, എന്നാൽ നിങ്ങൾ എന്ത് രൂപീകരിച്ചേ പറ്റൂ? ഒരു CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒന്നെങ്കിൽ നെറ്റ് വർത്തിൻ്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ ടേൺ ഓവറിൻ്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കണ്ടീഷൻ. ഇത് ഓറാണ്, ക്യുമുലേറ്റീവ് അല്ല. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ നെറ്റ് വർത്തിൻ്റെ 500 crores ഓർ മോർ, അല്ലെങ്കിൽ ടേൺ ഓവറിൻ്റെ 1000 crores ഓർ മോർ, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ 5 crores ഓർ മോർ. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് രൂപീകരിച്ചേ പറ്റൂ? ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ, അതായത് CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ. ക്ലിയർ ആകുന്നുണ്ടോ? ഈ നെറ്റ് വർത്ത്, ടേൺ ഓവർ, നെറ്റ് പ്രോഫിറ്റ് നിങ്ങൾ ഏത് വർഷത്തെ നോക്കുന്നു വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന വർഷത്തിൻ്റെ തൊട്ട് മുമ്പത്തുള്ള ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലെ ഫിഗേഴ്സ് വേണം നോക്കാൻ. ടേൺ ഓവർ ഫോർ ദി ഇയർ ആണ്, നെറ്റ് വർത്ത് ആസ് ഓൺ 31/3/2000 സംതിങ്, ആൻഡ് നെറ്റ് പ്രോഫിറ്റ് ആ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ്. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നിങ്ങൾ എന്ത് രൂപീകരിച്ചേ പറ്റൂ? നിങ്ങളുടെ കമ്പനിയിൽ ഒരു CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ.
Clear ആയോ പറഞ്ഞത്? അപ്പം which company is required to constitute CSR committee according to section 135(1)? Every company having net worth of rupees 500 crores or more, turnover of rupees 1000 crores or more, a net profit of rupees 5 crores or more during the immediately preceding financial year shall constitute a corporate social responsibility committee of the board consisting of, അടുത്ത പേജ് എടുത്തേ, consisting of 3 or more directors. അപ്പോൾ എത്ര ഡയറക്ടേഴ്സ് വേണം? 3 ഡയറക്ടേഴ്സ് എങ്കിലും മിനിമം വേണം. അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. നിങ്ങളുടെ കമ്പനിയിൽ 7 ഡയറക്ടേഴ്സ് ഉണ്ട്. എന്നാൽ ഈ 7 ഡയറക്ടേഴ്സിൽ നിന്ന് എത്ര ഡയറക്ടേഴ്സ് എങ്കിലും CSR കമ്മിറ്റിയിലെ ഡയറക്ടേഴ്സ് ആയിരിക്കണം? 3 ഡയറക്ടേഴ്സ്. ആ 3 ഡയറക്ടേഴ്സിൽ ഒരാൾ ഏത് ഡയറക്ടർ ആയിരിക്കണം എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഞാൻ നിങ്ങളുടെ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ എന്ന് വെച്ചാൽ കമ്പനിയുമായിട്ട് യാതൊരു രീതിയിലും ബന്ധമില്ലാത്ത, ഫിനാൻഷ്യലി ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ഡയറക്ടറാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഇനി അഥവാ എല്ലാ കമ്പനികൾക്കും ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വെക്കണമെന്ന് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള പ്രൊവിഷൻ ഇല്ല. വലിയ വലിയ കമ്പനീസിന്, അതായത് ലിസ്റ്റഡ് കമ്പനീസിനൊക്കെയാണ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ട. അതായത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഷാൽ ഫോം 1/3 ഓഫ് ദ ബോർഡ് എന്നൊക്കെ പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ പ്രൈവറ്റ് കമ്പനീസോ ചില പബ്ലിക് കമ്പനീസിനോ എന്ത് വേണ്ടി വരത്തില്ല, യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിന് വേണ്ടി വരത്തില്ല. എന്നാൽ നിങ്ങളുടെ കമ്പനിയിലുള്ള CSR കമ്മിറ്റിയിൽ ആരില്ലേലും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പബ്ലിക് കമ്പനിയിലോ നിങ്ങളുടെ കമ്പനിയിലെ CSR കമ്മിറ്റിയിൽ ആരില്ലേലും കുഴപ്പമില്ല, ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇല്ലേലും കുഴപ്പമില്ല. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ് വേർ എ കമ്പനി ഈസ് നോട്ട് റിക്വയർഡ് ടു അപ്പോയിന്റ് ആൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അണ്ടർ Subsection 4 ഓഫ് Section 149. Section 149 തൊട്ട് അങ്ങോട്ടുള്ള സെക്ഷൻസ് നിങ്ങൾ ഫൈനലിലാണ് പഠിക്കുന്നത്, ഇപ്പം നിങ്ങൾ പഠിക്കത്തില്ല. ഇറ്റ് ഷാൽ ഹാവ് ഇറ്റ്സ് CSR കമ്മിറ്റി ഓഫ് 2 or more ഡയറക്ടേഴ്സ്. അപ്പം യഥാർത്ഥത്തിൽ 3 ഡയറക്ടേഴ്സ് വേണമെന്ന്, അതിൽ ഒരാൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണമെന്ന്. പക്ഷേ നിങ്ങളെ കമ്പനിയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ലാത്ത കമ്പനിയാണെങ്കിൽ 2 ഡയറക്ടേഴ്സ് മതി. ക്ലിയർ ആയോ? തൊട്ട് താഴെ, ആസ് പെർ റൂൾ 3(1) ഓഫ് കമ്പനീസ് CSR റൂൾസ് 2014, എവറി കമ്പനി ഇൻക്ലൂഡിങ് ഇറ്റ്സ് ഹോൾഡിംഗ് ഓർ സബ്സിഡറി. ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കമ്പനി സബ്സിഡറി ആണെങ്കിൽ അതിൻ്റെ ഹോൾഡിംഗ് കമ്പനിക്ക് CSR ബാധകമാവും എന്നല്ല. നിങ്ങൾ ഏത് ടൈപ്പ് കമ്പനി ആയാലും, ഹോൾഡിംഗ് കമ്പനി, സബ്സിഡറി കമ്പനി, ഫോറിൻ കമ്പനി, പബ്ലിക് കമ്പനി, ലിസ്റ്റഡ് കമ്പനി, പ്രൈവറ്റ് കമ്പനി, നിങ്ങൾ ഏത് ടൈപ്പ് കമ്പനി ആയാലും നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന ആ 3 കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ എന്ത് രൂപീകരിച്ചേ പറ്റൂ? CSR രൂപീകരിച്ചേ പറ്റൂ എന്നാണ് ഈ പാരഗ്രാഫിൽ ഉദ്ദേശിക്കുന്നത്. എവറി കമ്പനി ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് holding or subsidiary and a foreign company defined under clause 42 of section 2. ഇവിടെ എന്തുകൊണ്ടാണ് ക്ലോസ് എന്ന് പറയുന്നത്? അവിടെ ശ്രദ്ധിച്ചോ, അണ്ടർ ക്ലോസ് എന്നാണ് പറയുന്നത്, സബ്സെക്ഷൻ എന്നല്ല പറയുന്നത്. ദർ ഇസ് എ റീസൺ. എനിവേസ് ആ റീസൺ വല്ലതും അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് പിന്നീട് ചോദിച്ചാൽ അത് എനിക്കിപ്പോൾ സമയമില്ല. ഓഫ് ദി ആക്ട് ഹാവിംഗ് ഇറ്റ്സ് ബ്രാഞ്ച് ഓഫീസ് ഓർ പ്രൊജക്ട് ഓഫീസ് ഇൻ ഇന്ത്യ വിച്ച് ഫുൾഫിൽസ് ദ ക്രൈറ്റീരിയ സ്പെസിഫൈഡ് ഇൻ Subsection 1 of Section 135 of the Act shall comply with the provisions of Section 135 of the Act and these rules. These rules means corporate social responsibility rules. തൊട്ട് താഴെ, പ്രൊവൈഡ് ദാറ്റ് നെറ്റ് വർത്ത് ആൻഡ് ടേൺ ഓവർ ഓർ നെറ്റ് പ്രോഫിറ്റ്. ഫോറിൻ കമ്പനി ആണെങ്കിൽ നിങ്ങൾ സെക്ഷൻ 381 പ്രകാരമുള്ള ബാലൻസ് ഷീറ്റും P&L ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് പറയുന്നത്. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതും നിങ്ങൾ ഫോറിൻ കമ്പനീസൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഫൈനലില്ല. ഓക്കെ, തൊട്ട് താഴെ നെറ്റ് വർത്ത്. ഞാൻ പറഞ്ഞു നെറ്റ് വർത്ത് എന്താണെന്ന് ഞാൻ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തന്നു. എന്താണ് ഞാൻ നെറ്റ് വർത്ത് എന്ന് പറഞ്ഞത്? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവ്സും കൂടെ ആഡ് ചെയ്ത്, ഈ റിസർവ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ റിസർവ്സും വരും, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് എല്ലാ റിസർവ് വരും. പക്ഷേ ഏത് റിസർവ് എടുക്കരുത്? റീവാല്യൂഷൻ റിസർവ് എടുക്കരുത്. അതുകൂടാതെ എന്ത് കുറയ്ക്കണം ഈ അമൗണ്ടിൽ നിന്ന്? എന്തെങ്കിലും അക്യുമുലേറ്റഡ് ലോസോ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറോ നോട്ട് റിട്ടേൺ ഓഫ് അതുവല്ലോ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. ആണല്ലോ, അതല്ലേ നെറ്റ് വർത്ത്. ആസ് പെർ Section 257 മീൻസ് ദി അഗ്രിഗേറ്റ് വാല്യൂ ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഓൾ റിസർവ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ പ്രോഫിറ്റ്സ് ആൻഡ് സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് after deducting the aggregate value of accumulated losses, deferred expenditure and miscellaneous expenditure not written off as per the audited balance sheet but does not include reserves created out of revaluation of assets, write back of depreciation and amalgamation. ചുരുക്കത്തിൽ പറഞ്ഞാൽ എങ്ങനെ എടുക്കണമെന്ന് വെച്ചാൽ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലെ ഷെയർ ക്യാപിറ്റലും റിസർവ്സ് ആൻഡ് സർപ്ലസിലെ അതിൻ്റെ ടോട്ടൽ അങ്ങ് എടുത്താൽ മതി. എന്തെങ്കിലും കുറയ്ക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കുറച്ചാൽ മതി. കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് വർത്ത്. ക്ലിയർ ആയോ? എക്സ്പ്ലനേഷൻ ഫോർ ദ പേർപ്പസ് ഓഫ് ദിസ് സെക്ഷൻ, നെറ്റ് പ്രോഫിറ്റ് ഷാൽ നോട്ട് ഇൻക്ലൂഡ്. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. നെറ്റ് പ്രോഫിറ്റിനകത്ത് ചില അമൗണ്ടുകൾ എടുക്കരുത്, 2 അമൗണ്ടുകൾ. അത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ അമൗണ്ടാണ്. തൊട്ട് താഴെ, എക്സാമ്പിൾ, ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ് ഓഫ് എ കമ്പനി were required to issue a certificate on the net worth of the company as per the requirement of the management as of 30th September 2018, computed as per provision of Section 257. The company had fair valued its property, plant and equipment in its current year, which was mistakenly taken into retained earnings of the company in its books of accounts. Please advise whether this fair valuation would be covered in the net worth. ഇല്ല, ഫെയർ വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ റീവാല്യൂഷൻ എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ റീവാല്യൂഡ് എമൗണ്ട് ഇല്ലേ, അത് ഏതിൻ്റെ ഭാഗം ആവത്തില്ല? നെറ്റ് വർത്തിൻ്റെ ഭാഗമാകത്തില്ല. അത്രയേ ഉള്ളൂ. അതായിരിക്കും താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ,
തൊട്ട് താഴെ വേറൊരു എക്സാമ്പിൾ, ABC Limited is a company with a turnover of more than 1,000 crores and having incurred a loss in one of the preceding 3 financial years, will it be required to comply with CSR? ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ സെക്ഷൻ 135(1) പ്രോഫിറ്റ് ഉണ്ടായാലും ലോസ് ഉണ്ടായാലും അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. തൊട്ട് മുമ്പത്തെ വർഷത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത്, അപ്പം നിങ്ങൾ ലോസ് മേക്കിംഗ് കമ്പനിയാണ്, പക്ഷേ നിങ്ങൾ ടേൺ ഓവർ 1,000-ന്റെ മേളിലുണ്ട്, എന്നാലോ നിങ്ങൾക്ക് CSR കമ്മിറ്റി രൂപീകരിക്കണം. ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയാൽ നിങ്ങൾ CSR കമ്മിറ്റി രൂപീകരിക്കണമെന്ന്. ആസ് പെർ സെക്ഷൻ 135(1) ഓഫ് ദ ആക്ട്, ഇഫ് എനി ഓഫ് ദ 3 criteria, കണ്ടോ, വെദർ നെറ്റ് വർത്ത്, ടേൺ ഓവർ ഓർ നെറ്റ് പ്രോഫിറ്റ് ഗെറ്റ് സാറ്റിസ്ഫൈഡ്, then the company is mandatorily required to comply with CSR provisions. Hence ABC will be required to comply with CSR based on its turnover. അപ്പോൾ ടേൺ ഓവർ എത്രയാണ്? മോർ ദാൻ 1,000 ഉണ്ട്. ഓക്കെ, പിടിയോ. ഇനി പേജ് നമ്പർ 9.29 തിരിച്ചു പോവുക. അവിടെ ഒരു ലൈനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് IFSC പബ്ലിക് ആൻഡ് പ്രൈവറ്റ് കമ്പനീസ്. അപ്പം നിങ്ങളൊരു IFSC പബ്ലിക് കമ്പനിയോ പ്രൈവറ്റ് കമ്പനിയോ ആണ്, എന്നാൽ നിങ്ങളുടെ കമ്പനി രൂപീകരിച്ചിട്ട് 5 വർഷം ശേഷം മാത്രം CSRൻ്റെ കംപ്ലയൻസ് ചെയ്തു തുടങ്ങിയാൽ മതി. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, നിങ്ങളൊരു IFSC കമ്പനിയാണ്, ഒന്നെങ്കിൽ പ്രൈവറ്റോ പബ്ലിക്കോ, നിങ്ങളുടെ കമ്പനി രൂപീകരിച്ചതിന് ശേഷം, അതായത് IFSC കമ്പനി രൂപീകരിച്ചതിന് ശേഷം 5 വർഷം കഴിഞ്ഞതിന് ശേഷം CSRൻ്റെ പ്രൊവിഷൻസ് കംപ്ലൈ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചാൽ മതി. അതാണ് തൊട്ട് താഴെയിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് IFSC പബ്ലിക്, IFSC പ്രൈവറ്റ് കമ്പനി, സെക്ഷൻ 135 ഷാൽ നോട്ട് അപ്ലൈ ഫോർ എ പീരിയഡ് ഓഫ് 5 years ഫ്രം ദ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഓഫ് എ സ്പെസിഫൈഡ് IFSC പബ്ലിക് കമ്പനി. ഓക്കെ, ക്ലിയർ ആയോ? ഇനി തിരിച്ച് പേജ് നമ്പർ 9.31 പോയ എക്സ്ക്ലൂഷൻ ഓഫ് കമ്പനീസ്. ഈ എക്സ്ക്ലൂഷൻ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് CSR പ്രൊവിഷൻസ് പാലിക്കാതിരിക്കേണ്ടത്, അതായത് CSR കമ്മിറ്റി രൂപീകരിക്കാതിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എപ്പോൾ രൂപീകരിക്കണം, ഏതെങ്കിലും 3 കണ്ടീഷൻ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ രൂപീകരിച്ചേ പറ്റൂ. എന്ത് രൂപീകരിച്ചേ പറ്റൂ? CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ, ആണല്ലോ. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു ചോദിക്കോ, തൊട്ട് മുമ്പത്തെ വർഷം എടുത്തു നോക്കിയപ്പോൾ നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 1,200 crores, എന്നാൽ നിങ്ങൾ ഈ വർഷം എന്ത് രൂപീകരിച്ചേ പറ്റൂ? ബോർഡിൻ്റെ CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ, ആണല്ലോ. ശരി, അടുത്ത വർഷം നിങ്ങൾ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൻ്റെ പ്രോഫിറ്റ് എടുത്ത് നോക്കുമ്പോൾ, അതായത് ഈ വർഷം എന്തായാലും CSR കമ്മിറ്റി ഉണ്ട്, ഓക്കെ. അടുത്ത വർഷം വേണോ വേണ്ടയോ എന്ന് നോക്കേണ്ടത് തൊട്ട് മുമ്പത്തെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ നോക്കണം. തൊട്ട് മുമ്പത്തെ പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയറിൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 800 ഉള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു ക്രൈറ്റീരിയ ഈ വർഷം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, ആണോ അല്ലയോ? എന്നാൽ CSR കമ്മിറ്റി ഡിസ്ബാൻഡ് ചെയ്യണോ എന്ന് ചോദിച്ചാൽ ചെയ്യരുത്. നിങ്ങൾ ഒരു തവണ CSRൻ്റെ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ആയിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ കമ്പനിക്ക് CSRൻ്റെ സെക്ഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആയിക്കഴിഞ്ഞാൽ, ഈ 3-ൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾ CSR കംപ്ലൈ ചെയ്തേ പറ്റൂ. അതായത് അടുത്ത 3 വർഷവും നിങ്ങൾ ഈ ക്രൈറ്റീരിയസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, എന്നാലും അടുത്ത 3 വർഷത്തേക്ക് CSR നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. 4-ാമത്തെ വർഷം തൊട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ CSRൻ്റെ പ്രൊവിഷൻസ് ഒന്നും പാലിക്കേണ്ട ആവശ്യമില്ല, അതായത് ആ കമ്മിറ്റി ഒന്നും രൂപീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ അടുത്ത 3 വർഷത്തേക്ക് എന്താണ് സ്ഥിതി? CSR നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്, ഈവൻ ദോ യു ഡു നോട്ട് സാറ്റിസ്ഫൈ എനി ഓഫ് ദ ക്രൈറ്റീരിയസ് ഇൻ ദോസ് 3 years. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? Exclusion of companies. Rule 3(2) of Company CSR Rules 2014. Every company which ceases to be a company covered under Subsection 1 of Section 135 of the Act for 3 consecutive financial years shall not be required. അപ്പോൾ അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യരുത്. ഏതെങ്കിലും ക്രൈറ്റീരിയ, നെറ്റ്വർത്തിൻ്റെയോ ടേൺ ഓവറിൻ്റെയോ നെറ്റ് പ്രോഫിറ്റിൻ്റെയോ ക്രൈറ്റീരിയ അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ 4-ാമത്തെ വർഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ട? CSR കമ്മിറ്റി രൂപീകരിക്കേണ്ട, CSRൻ്റെ സെക്ഷൻസ് ഒന്നും പാലിക്കേണ്ട. Constitute a CSR committee and comply with the provisions contained in Subsection 2 to Subsection 5 of the said section till such time it meets the criteria specified in Subsection 1 of Section 135. ഏത് സമയം വരെ? നിങ്ങൾ എന്നാണോ വീണ്ടും നെറ്റ് പ്രോഫിറ്റിൻ്റെയോ നെറ്റ്വർത്തിൻ്റെയോ ടേൺ ഓവറിൻ്റെയോ ഇതിൽ ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വീണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നവരെ അടുത്ത 3 വർഷം വരെ എന്തായാലും നിങ്ങൾ CSRൻ്റെ പ്രൊവിഷൻസ് പാലിക്കണം. 3 വർഷത്തേക്ക് നിങ്ങൾ പാലിച്ചതിന് ശേഷം നിങ്ങൾ ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ, ആ 3 വർഷം നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, എന്നാൽ ഇനി നിങ്ങൾ CSRൻ്റെ പ്രൊവിഷൻസ് ഒന്നും പാലിക്കേണ്ട. പക്ഷെ വീണ്ടും എപ്പോഴെങ്കിലും നിങ്ങൾ സാറ്റിസ്ഫൈ ആണെങ്കിൽ വീണ്ടും എന്ത് രൂപീകരിച്ചേ പറ്റൂ? CSR കമ്മിറ്റി രൂപീകരിച്ചേ പറ്റൂ. വീണ്ടും സെക്ഷൻ 135ൻ്റെ ബാക്കിയുള്ള പ്രൊവിഷൻസും പാലിച്ചേ പറ്റൂ. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾക്ക് 3 വർഷവും ആപ്ലിക്കബിലിറ്റി എന്തായാലും വരും. ആ 3 വർഷം കഴിഞ്ഞതിന് ശേഷം തൊട്ട് മുമ്പത്തെ ഫിനാൻഷ്യൽ ഇയർ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ 4-ാമത്തെ വർഷം വേണ്ട, ഡിസ്ബാൻഡ് ചെയ്തോ.
അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ പോകും ആണല്ലോ. ഇനി കോമ്പോസിഷൻ ഓഫ് CSR കമ്മിറ്റി ഞാൻ പറഞ്ഞു 3 ഡയറക്ടേഴ്സോ അതിൽ കൂടുതലോ ആകാം. പക്ഷേ 3 മിനിമം വേണം. അതിൽ ഒരാൾ ആരായിരിക്കണം? ഇൻഡിപെൻഡൻറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡൻറ്റ് വേണ്ടാത്ത കമ്പനികൾക്ക് ആര് വേണ്ട? ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വേണ്ടാത്ത കമ്പനികൾക്ക് ആര് ഡയറക്ടറായിട്ട് വേണ്ട? CSR കമ്മിറ്റിയിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് വേണ്ട. അങ്ങനെയാണെങ്കിൽ 2 പേര് മതി. The composition of CSR committee. The CSR committee shall be consisting of 3 or more directors, out of which at least 1 director shall be an independent director. At the page, provided that where a company is not required to appoint an independent director under subsection 4 of section 149, it shall have its CSR committee 2 or more directors. അടുത്തത്, according to rule 5.1 of companies CSR rules 2014, the companies mentioned in the rule 3 shall constitute CSR committee as under. ഇനി ഇങ്ങനത്തെ കമ്പനീസ് ആണെങ്കിൽ ഇങ്ങനെ വേണം CSR കമ്മിറ്റി രൂപീകരിക്കാൻ. അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും 2 ഡയറക്ടേഴ്സിനെ നിയമിച്ചാൽ മതി. ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ വേണമെന്ന് നിർബന്ധമില്ല. അത്രേ ഉള്ളൂ. ആൻഡ് അൺലിസ്റ്റഡ് public company or private company covered under subsection 1 of section 135, which is not required to appoint an independent director pursuant to subsection 4 of section 149 of the act, shall have its CSR committee without such director. അതായത് without independent director. തൊട്ട് താഴെ ചില പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ നിങ്ങളുടെ മിനിമം ഡയറക്ടേഴ്സിന് റിക്വയർമെൻറ്റ് എത്രയാണ്? 2 പേര്. മിനിമം മെമ്പേഴ്സിന് റിക്വയർമെൻറ്റ് എത്രയാണ്? 2 പേര്. അങ്ങനെയാണെങ്കിൽ CSR കമ്മിറ്റി രൂപീകരിക്കണം. നിങ്ങളെന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനിക്കാണെങ്കിൽ എത്ര പേര് മതി? നിങ്ങളുടെ CSR കമ്മിറ്റിയിൽ 2 പേര് മതി. പ്രൈവറ്റ് കമ്പനി ഹാവിംഗ് ഓൺലി 2 ഡയറക്ടേഴ്സ് ഓൺ ഇറ്റ്സ് ബോർഡ് ഷാൽ കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്സ് CSR കമ്മിറ്റി വിത്ത് 2 സച്ച് ഡയറക്ടേഴ്സ്. ഇനി അടുത്തത് വിത്ത് റെസ്പെക്ട് ഫോറിൻ കമ്പനി ആണെങ്കിൽ സെക്ഷൻ 380 പ്രകാരം നിങ്ങൾക്ക് ചില റെപ്രസെൻറ്റേറ്റീവ് വേണം. ഇന്ത്യയിലുള്ള ചില റെപ്രസെൻറ്റേറ്റീവ്. അപ്പോൾ ആ റെപ്രസെൻറ്റേറ്റീവും പിന്നെ നോമിനിയും അവർ 2 പേരും CSR കമ്മിറ്റിയുടെ അംഗങ്ങളായാൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് റെപ്രസെൻറ്റേറ്റീവും പിന്നെ നോമിനിയും. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് ഫൈനലിൽ. അവിടെ വെച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വിത്ത് റെസ്പെക്ട് ടു എ ഫോറിൻ കമ്പനി കവേർഡ് അണ്ടർ ദീസ് റൂൾസ്, ദ CSR കമ്മിറ്റി ഷാൽ കംപ്രൈസ് ഓഫ് അറ്റ്ലീസ്റ്റ് 2 persons, out of which 1 person shall be specified under clause D of subsection 1 of section 380. അതായത് ഒരു റെപ്രസെൻറ്റേറ്റീവ്. And another person shall be nominated by the foreign company. Okay, ഒരു നോമിനി. ഇത്രയേ ഉള്ളൂ. അടുത്ത മൂന്നാമത്തത്, according to rule 5.2 of the company's CSR rules 2014, the CSR committee shall institute a transparent monitoring mechanism for implementation of the CSR projects or programs or activities undertaken by the company. ലാസ്റ്റ് പോയിന്റ്, ഈ 4th പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ ബോർഡ്സ് റിപ്പോർട്ട് അണ്ടർ സബ്സെക്ഷൻ 3 ഓഫ് സെക്ഷൻ 134 ഷാൽ ഡിസ്ക്ലോസ് ദ കോമ്പോസിഷൻ ഓഫ് CSR കമ്മിറ്റി. അപ്പോൾ ബോർഡ് റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ CSR കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്, ഇവർ എന്തൊക്കെ ഡയറക്ടേഴ്സാണ്, അവരുടെ കോമ്പോസിഷൻ അത് ഡിസ്ക്ലോസ് ചെയ്യണം ബോർഡ്സ് റിപ്പോർട്ടിൽ പല കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം CSRനെ പറ്റി. ഇത് ഒരു മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ ആയോ? ഇനി അടുത്ത സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 135 സബ്സെക്ഷൻ 3, ഡ്യൂട്ടീസ് ഓഫ് CSR കമ്മിറ്റി. ഒരു CSR കമ്മിറ്റി എന്തൊക്കെ ചെയ്യണം ശ്രദ്ധിച്ചു കേട്ടോ. അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബോർഡിന് റെക്കമെൻഡേഷൻ അയക്കണം, ഏതൊക്കെ ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം CSR സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനി. അത് ഷെഡ്യൂൾ 7 സാമ്യമുള്ള പ്രോജക്ട്സ് ആയിരിക്കണം, ഇല്ലെങ്കിൽ ഷെഡ്യൂൾ 7 പറഞ്ഞിരിക്കുന്ന പ്രോജക്ട്സോ ആക്ടിവിറ്റീസോ ഒക്കെ ആയിരിക്കണം. ആദ്യത്തെ പോയിന്റ് ഉണ്ടോ, ഫോർമുലേറ്റ് ആൻഡ് റെക്കമെൻഡ് ടു ദ ബോർഡ് എ CSR പോളിസി വിച്ച് ഷാൽ ഇൻഡിക്കേറ്റ് ദി ആക്ടിവിറ്റീസ് ടു ബി അണ്ടർടേക്കൻ ബൈ ദ കമ്പനി ഇൻ ഏരിയാസ് ഓർ സബ്ജക്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7. ഞാൻ പറഞ്ഞില്ലേ, അതുകൂടാതെ ഈ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ എത്ര രൂപ സ്പെൻഡ് ചെയ്യണമെന്നും അതും റെക്കമെൻഡ് ചെയ്യണം. ബി പോയിന്റ് ഉണ്ടോ, റെക്കമെൻഡ് ദി എമൗണ്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ടു ബി ഇൻകേർഡ് ഓൺ ദി ആക്ടിവിറ്റീസ് റെഫേർഡ് ടു ഇൻ ക്ലോസ് A. അതുകൂടാതെ CSR പോളിസി ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതായത് നമ്മളെ കമ്പനിയുടെ CSR ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ CSR പ്രൊജക്ട്സിലൂടെ എന്ത് ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോളിസി ഡോക്യുമെൻ്റാണ് CSR പോളിസി ഡോക്യുമെൻ്റ്. ഈ പോളിസി ഡോക്യുമെൻ്റ് രൂപീകരിക്കുന്ന ആരാന്ന് പറഞ്ഞാൽ നമ്മൾ CSR കമ്മിറ്റിയാണ്. ഇത് ലിസ്റ്റഡ് കമ്പനീസ് ആണെങ്കിൽ അവരുടെ വെബ്സൈറ്റിലൊക്കെ പബ്ലിഷ് ചെയ്യണം. ഞാൻ ആക്ച്വലി ഒരു CSR പ്രോജക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ബാർക്ലേസ് ബാങ്കിൻ്റെ. അപ്പോൾ അതിൻ്റെ ചില CSR പോളിസി ഡോക്യുമെൻറ്റ്സും, പിന്നെ ബാർക്ലേസ് ബാങ്ക് ഏർപ്പെട്ടതെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയിലാണ് CSR അവരുടെ പൈസ സ്പെൻഡ് ചെയ്തത്. ദേ സ്പെൻഡ് അബൌട്ട് 1 crore സംതിങ് ലൈക്ക് ദാറ്റ്. ദേ സ്പെൻഡ്, ഐ ഫൊഗോട്ട് ദി എക്സാക്ട് എമൗണ്ട്. ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിവേസ്, അപ്പോൾ ഞാൻ അതിൻ്റെ പാർട്ടായിരുന്നു ബാർക്ലേസ് ബാങ്കിൻ്റെ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സി പോയിന്റ്, മോണിറ്റർ ദ CSR പോളിസി ഓഫ് ദ കമ്പനി ഫ്രം ടൈം ടു ടൈം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് CSR കമ്മിറ്റി ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടി ഇതൊക്കെയാണ്. എന്തൊക്കെയാണ്? ഒന്ന്, റെക്കമെൻഡ് ടു ദ ബോർഡ് അബൌട്ട് വിച്ച് ഓൾ ആക്ടിവിറ്റീസ് ഷുഡ് ദ കമ്പനി അണ്ടർടേക്ക് ഫോർ സാറ്റിസ്ഫൈങ് ദെയർ CSR റിക്വയർമെൻറ്റ്. പിന്നെ എത്ര രൂപ ചിലവാക്കണം ഈ ആക്ടിവിറ്റീസിൽ. പിന്നെ മൂന്നാമത് CSR പോളിസിയൊക്കെ മോണിറ്റർ ചെയ്യണം, രൂപീകരിക്കണം. ഇതാണ് അവരുടെ ഡ്യൂട്ടീസ്. ആരുടെ? CSR കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ്. അടുത്ത പേജ് എടുത്തേ, പേജ് നമ്പർ 9.33, കണ്ടൻസ് ഓഫ് ദ CSR പോളിസി.
അപ്പോൾ CSR പോളിസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ കാണിക്കും? ഞാൻ പറഞ്ഞില്ലേ ഒരു CSR പോളിസി ഡോക്യുമെൻറ്റ് രൂപീകരിക്കണമെന്ന്. ഈ ഡോക്യുമെൻറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറയും, ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് കമ്പനി ഏർപ്പെടാൻ പോകുന്നത് CSR സാറ്റിസ്ഫൈ ചെയ്യാൻ, അതായത് ഏതൊക്കെ പ്രോഗ്രാംസ്, ഏതൊക്കെ ആക്ടിവിറ്റീസ്, ഏതൊക്കെ പ്രൊജക്ട്സ്, അതെന്തായാലും CSRൽ പോളിസി ഡോക്യുമെൻറ്റിൽ പറഞ്ഞേ പറ്റൂ. ലിസ്റ്റ് ഓഫ് CSR projects or programs which a company plans to undertake falling within the purview of Schedule 7 of the Act, specifying modalities of execution of such projects or programs and implementation schedules for the same. Modalities എന്ന് പറഞ്ഞാൽ എങ്ങനെ ഈ ആക്ടിവിറ്റീസിൽ ഏർപ്പെടും, the mode of involving oneself in such activities is known as modalities. Okay, അത് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബി പോയിന്റ്, മോണിറ്ററിംഗ് പ്രോസസ് ഓഫ് സച്ച് പ്രോഗ്രാംസ്, അതായത് ഈ പ്രോഗ്രാംസ് നിശ്ചയിച്ച ഉദ്ദേശം നേടിയെടുക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണ്ടേ. അപ്പം CSR പോളിസിയിൽ പറയും അത് എങ്ങനെ നോക്കണമെന്നൊക്കെ പറയും. അടുത്തത് പ്രൊവൈഡ്, വേറൊരു കാര്യം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ CSR ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ കമ്പനിയുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആക്ടിവിറ്റീസ് ആവരുത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. CSR ആക്ടിവിറ്റീസിലെ ഒരു ആക്ടിവിറ്റി ഷെഡ്യൂൾ 7 പറയുന്നതെന്ന് വെച്ചാൽ ഹെൽത്ത് കെയർ ആണ്. ഹെൽത്ത് കെയർ, ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി, മാൽ ന്യൂട്രീഷൻ, ഇതുപോലത്തുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടാൽ അത് CSR ആക്ടിവിറ്റി ആണ് എന്ന് ഷെഡ്യൂൾ 7 പറയുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞ് സെർച്ച് കേട്ടോ, നിങ്ങളൊരു ഹോസ്പിറ്റലാണ്. നിങ്ങൾക്ക് കിംസ് അറിയാവോ? കിംസ് എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഇസ് വെരി ഫേമസ് ഇൻ ട്രിവാൻഡ്രം ആൻഡ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇൻ കോഴിക്കോട്, ദെൻ എറണാകുളത്തുള്ള ഒരു ഫേമസ് ഹോസ്പിറ്റൽ. ഓക്കെ, എനിവേസ് ഈ രണ്ട് ഹോസ്പിറ്റൽസ് ഇല്ലേ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആൻഡ് കിംസ്, ദർ ആക്ച്വലി കമ്പനീസ്. അപ്പോൾ ഇവർ കമ്പനിയാണ്. അപ്പോൾ ഇവർക്കും ചിലപ്പോൾ CSR റിക്വയർമെൻറ്റ് പാലിക്കേണ്ടി വരും. കാര്യം ഇവർ വലിയ വലിയ കമ്പനീസാണ്. അപ്പോൾ ഇവരുടെ ടേൺ ഓവറൊക്കെ നല്ല വലുതായിരിക്കും, പ്രോഫിറ്റൊക്കെ നല്ല കൂടുതലായിരിക്കും. അപ്പോൾ ഇവർ CSRൻ്റെ പ്രൊവിഷൻസിൻ്റെ പെർവ്യൂവിൽ വരുന്ന കമ്പനീസാണ്. അപ്പോൾ ഇവർ ഒരു ഹെൽത്ത് കെയർ ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവരുടെ CSR ആക്ടിവിറ്റി ഷുഡ് നോട്ട് ബി ദ സെയിം ആസ് ദെയർ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ ഇവർ ഫ്രീ ആയിട്ട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നു, എന്നാൽ അത് CSR കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് കരുതാക്കത്തില്ല. കാര്യം അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ ഇവർ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യണം പൈസ. വേണമെങ്കിൽ അവർക്ക് എഡ്യൂക്കേഷന് സ്പെൻഡ് ചെയ്യാം, വേണമെങ്കിൽ അവർക്ക് സ്പോർട്സിൽ സ്പെൻഡ് ചെയ്യാം, എൻവയൺമെൻറ്റിൽ സ്പെൻഡ് ചെയ്യാം, അങ്ങനത്തെ വേറെ ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യണം, അല്ലാതെ അവരുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ സ്പെൻഡ് ചെയ്യരുത്. ക്ലിയർ ആയോ? പ്രൊവൈഡഡ് ദാറ്റ് ദ CSR ആക്ടിവിറ്റി ഡു നോട്ട് ഇൻക്ലൂഡ് ദി ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ഇൻ പേഴ്സൺസ് ഓഫ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ഓഫ് എ കമ്പനി. അപ്പോൾ അവരുടെ ഹോസ്പിറ്റൽ ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള CSR ആക്ടിവിറ്റീസിൽ ഏർപ്പെടരുത്, വേറെ ഏതെങ്കിലും പ്രോജക്ട്സോ പ്രോഗ്രാംസിലോ അവർ ഏർപ്പെടണം. ക്ലിയർ ആയോ? പിന്നെ അടുത്തത്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഡി പോയിന്റ്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഷാൽ എൻഷുർ ദാറ്റ് ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ബൈ എ കമ്പനി ഇൻ ഇറ്റ്സ് CSR പോളിസി ആർ റിലേറ്റഡ് ടു ഏരിയാസ് ഓർ സബ്ജക്ട് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7 ഓഫ് ദി ആക്ട്. അപ്പം ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ 7 കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നിങ്ങൾ CSR ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാൻ. ലാസ്റ്റിൽ ഈ CSR പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം എക്സസ് പൈസ കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടിയെന്ന് വരും. ഓക്കെ, അതായത് പ്രോഫിറ്റ്സ്. എന്നാൽ ആ പ്രോഫിറ്റ്സ് എന്തിൻ്റെ ഭാഗമാക്കരുത്, നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ്സിൻ്റെ ഭാഗമാക്കരുത് എന്നാണ് ലാസ്റ്റ് പറയുന്ന പോയിന്റ്. ദി CSR പോളിസി ഓഫ് ദ കമ്പനി ഷാൽ സ്പെസിഫൈ ദാറ്റ് ദ സർപ്ലസ് അറൈസിംഗ് ഔട്ട് ഓഫ് ദ CSR പ്രൊജക്ട്സ് ഓർ പ്രോഗ്രാംസ് ഓർ ആക്ടിവിറ്റീസ് ഷാൽ നോട്ട് ഫോം പാർട്ട് ഓഫ് ദ ബിസിനസ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. എങ്ങനെ പ്രോഫിറ്റ് വരുമെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ചിന്ത ഉണ്ടാവും. ചിലപ്പോൾ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലോ കോസ്റ്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് CA കോഴ്സ് 30,000 രൂപയാണ് ഫൗണ്ടേഷൻ കോഴ്സ്, പക്ഷേ CSR ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ 10,000 രൂപയ്ക്ക് CSRൻ്റെ ആക്ടിവിറ്റി എന്നുള്ള നിലയിൽ 10,000 രൂപയ്ക്ക് ഫീസ് ചാർജ് ചെയ്തുകൊണ്ടാണ് ഈ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടത് ഒരു കമ്പനി. ക്ലിയർ ആയോ? അപ്പോൾ 20,000 രൂപയാണ് ഒരു ചാരിറ്റി പോലെ കൊടുക്കുന്നത്. പക്ഷേ എല്ലാ കോസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ കമ്പനിക്ക് 9,000 വരുന്നുള്ളൂ. അപ്പോൾ ഒരു 1,000 എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റാണ് അല്ലേ? ഈ CSR പ്രോജക്റ്റിൽ ഏർപ്പെട്ടിട്ട് കിട്ടിയ പ്രോഫിറ്റാണ്. എന്നാൽ ഈ 1000 രൂപ എന്തിൻ്റെ ഭാഗമാകരുത്? കമ്പനിയുടെ ബിസിനസ് പ്രോഫിറ്റിൻ്റെ ഭാഗമാകരുത് എന്നാണ് ആ ലാസ്റ്റ് പറയുന്നത്. അപ്പോൾ CSR പോളിസിയുടെ കണ്ടൻസ് ആണ് ഇതൊക്കെ, A തൊട്ട് E വരെയുള്ള പോയിന്റ്സ് ആണ്. ഇനി ചേട്ടോ അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ 135 Subsection 4, ഡ്യൂട്ടീസ് ഓഫ് ദ ബോർഡ് ഇൻ റിലേഷൻ ടു CSR. അപ്പോൾ ബോർഡിന് എന്തൊക്കെയുണ്ട് ജോലികൾ, ബോർഡിന് എന്തൊക്കെയാണ് ഡ്യൂട്ടീസ്? ദ ബോർഡ് ഓഫ് എവറി കമ്പനി റെഫർ ടു ഇൻ Subsection 1, അതായത് CSR കമ്മിറ്റി രൂപീകരിക്കാനുള്ള കമ്പനികളുടെ ബോർഡിന് ചില ഡ്യൂട്ടീസ് ഉണ്ട്. എന്തൊക്കെ അവർ ചെയ്യണം? അവർ അപ്രൂവ് ചെയ്യണം. CSR കമ്മിറ്റിയുടെ പോളിസി ഡോക്യുമെൻറ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അപ്രൂവ് ചെയ്യണം. അതുകൂടാതെ CSR കമ്മിറ്റി പറയുന്ന ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം.
അതുകൂടാതെ ഈ CSR പോളിസി ഡോക്യുമെന്റ് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് കണ്ടോ, ആഫ്റ്റർ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ റെക്കമെൻഡേഷൻ മെയ്ഡ് ബൈ ദ CSR കമ്മിറ്റി, അപ്രൂവ് ദ CSR പോളിസി ഓഫ് ദ കമ്പനി, disclose contents of such policy in its report, അതായത് board's report, and place it on company's website if any in such manner as may be prescribed. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഒന്ന്, അപ്രൂവ് ചെയ്യണം ഈ CSR പോളിസി ഡോക്യുമെന്റ്. ആര് രൂപീകരിച്ചത്? CSR കമ്മിറ്റി രൂപീകരിച്ച ഈ CSR പോളിസി ഡോക്യുമെന്റ് അപ്രൂവ് ചെയ്യണം. ഇതിൻ്റെ കണ്ടൻസ് എല്ലാം എവിടെ ഡിസ്ക്ലോസ് ചെയ്യണം? ബോർഡ്സ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. അതുകൂടാതെ ഈ CSR പോളിസി ഡോക്യുമെന്റ് എവിടെ പബ്ലിഷ് ചെയ്യണം? അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. ക്ലിയർ ആയോ? അതാണ് ആദ്യത്തെ പോയിന്റ്. ആൻഡ് എൻഷുർ ദാറ്റ് ദി ആക്ടിവിറ്റീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ CSR പോളിസി ഓഫ് ദ കമ്പനി ആർ അണ്ടർടേക്കൻ ബൈ ദ കമ്പനി. അപ്പോൾ ഈ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടാനും ഉള്ള കാര്യങ്ങൾ ആര് ചെയ്തിരിക്കണം? ബോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞ 4 കാര്യങ്ങളാണ് ബോർഡ് ചെയ്യേണ്ടത്. ഒന്ന്, CSR പോളിസി ഡോക്യുമെന്റ് അപ്രൂവ് ചെയ്യണം. ഇത് ബോർഡ്സ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. ഇത് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. CSR പോളിസിയിൽ പറയുന്ന ആക്ടിവിറ്റീസിൽ കമ്പനി ഏർപ്പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇത്രയും ഡ്യൂട്ടീസാണ് ബോർഡിനുള്ളത്. CSR ആയിട്ടുള്ള ഡ്യൂട്ടീസാണ് ബോർഡിനുള്ളത്. ക്ലിയർ ആയോ? അടുത്തത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്സെക്ഷൻ 5 ആണ്. 135 സബ്സെക്ഷൻ 5 ആണ്. അമൗണ്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് CSR. അതായത് CSR എന്ന് പറയുന്ന കംപ്ലയൻസിന് വേണ്ടിയിട്ട് കമ്പനി എത്ര രൂപ ചെലവാക്കണം വർഷം തോറും. ശ്രദ്ധിച്ചേട്ടോ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ഫിനാൻഷ്യൽ ഇയറിലും 2% ഓഫ് ദ ആവറേജ് നെറ്റ് പ്രോഫിറ്റ്സ് കമ്പനി ഉണ്ടാക്കിയത്. ഈ ആവറേജ് എന്ന് പറയുന്നത് തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ പ്രോഫിറ്റിൻ്റെ ആവറേജ് ആണ്. ആ പ്രോഫിറ്റിൻ്റെ ആവറേജിൻ്റെ 2% വേണം സ്പെൻഡ് ചെയ്യാൻ എല്ലാ വർഷവും CSR ആക്ടിവിറ്റീസിന്. പറഞ്ഞത് വല്ലതും പിടികിട്ടിയോ? ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം. കമ്പനി എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യേണ്ടത് CSRന് വേണ്ടിയിട്ട്? 3 വർഷത്തെ, തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ പ്രോഫിറ്റ് എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക, അതിൻ്റെ 2% എടുക്കുക. എത്രയാണോ 2% വരുന്നത് അത്രയും രൂപ ഈ വർഷം സ്പെൻഡ് ചെയ്യണം CSR എന്ന് പറഞ്ഞുകൊണ്ട്. ക്ലിയർ ആയോ? ഞാൻ ഇനി ഒരു എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിച്ചേട്ടോ. കമ്പനി ഉണ്ടാക്കിയ, അതായത് ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2019-2020ലാണ്. തൊട്ട് മുമ്പത്തെ 3 പ്രിസീഡിങ് ഫിനാൻഷ്യൽ ഇയർ ഏതൊക്കെയാണ്? 18-19, 17-18, 16-17 ആണോ? 16-17 കമ്പനി ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 5 crores ആണ്. 17-18 ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10 crores ആണ്. 18-19 ഉണ്ടാക്കിയ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 15 crores ആണ്. ഇത് മൂന്നിൻ്റെയും ടോട്ടൽ എന്ന് പറയുന്നത് എത്ര വരും? 30 crores വരും. 30 crores ഡിവൈഡഡ് ബൈ 3, അതല്ലേ ആവറേജ്? അപ്പോൾ 10 crores ആണ് ആവറേജ് ആണല്ലോ. ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് സ്പെൻഡ് ചെയ്യണം ഈ വർഷം? 2% സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇൻറ്റു 2% ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20 lakhs കിട്ടും. അപ്പോൾ ഈ വർഷം കമ്പനി CSR എന്ന് പറഞ്ഞ് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്? 20 lakhs ആണ്. ഈ 20 lakhs എങ്ങനെയാണ് കിട്ടിയത്? തൊട്ട് മുമ്പത്തെ 3 ഇയേഴ്സിൻ്റെ പ്രോഫിറ്റ് എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക, ആവറേജിന് 2% എടുക്കുക. ഇനി തൊട്ട് മുമ്പത്തെ 3 വർഷം ലോസ് ആണ്. എന്നാൽ വല്ലതും സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ? ഒന്നും സ്പെൻഡ് ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ CSR കമ്മിറ്റി രൂപീകരിക്കണം. CSR പോളിസി ഡോക്യുമെൻ്റ് രൂപീകരിക്കണം. അത് പബ്ലിഷ് ചെയ്യണം. ബോർഡ്സ് റിപ്പോർട്ട് ചെയ്ത് അത് കാണിക്കണം. ഈ സ്പെൻഡിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ മാത്രം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ലോസ് ആയിരുന്നു തൊട്ട് മുമ്പത്തെ 3 വർഷം. പറഞ്ഞത് ക്ലിയർ ആയോ? അപ്പോൾ എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സബ്സെക്ഷനാണ്. അതും തൊട്ട് മേളത്തുള്ള 4 സബ്സെക്ഷനും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ക്ലിയർ ആയോ? ഇനി ഏതോ ഒരു വർഷം പ്രോഫിറ്റ്, ബാക്കി 2 വർഷം ലോസാണ്. അതായത് ഒരു വർഷം എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം 5 crores ആയിരുന്നല്ലോ. പിന്നെ വരുന്ന മൂന്നാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ 10 crores ലോസ് ആണ്. അപ്പം ഇതിൻ്റെ നെറ്റ് ഫിഗർ എന്ന് പറയുന്നത് എത്ര വരും? 15 crore ലോസ് ആണ് വരുന്നത്. എന്നാൽ വല്ലതും സ്പെൻഡ് ചെയ്യണോ ഈ വർഷം CSR ഒബ്ലിഗേഷനായിട്ട്? 2% വല്ലതും സ്പെൻഡ് ചെയ്യണോ? വേണ്ട. കാര്യം എന്താ? ലോസ് ആണ് ഫിഗർ. പറഞ്ഞത് പിടികിട്ടിയോ? എന്നാൽ തൊട്ട് മുമ്പത്തെ പേജിലോട്ട് പോയേ, അതായത് പേജ് നമ്പർ 9.33 തന്നെ നിന്നേ. The board of every company shall ensure that the company spends in every financial year at least 2% of the average net profits of the company made during the 3 immediately preceding financial years in pursuance of its CSR policy. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ അത് കണ്ടുപിടിക്കണമെന്ന് ഞാൻ പറഞ്ഞു. തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ പ്രോഫിറ്റ് എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക, 2% എടുക്കുക. ആ 2% കിട്ടിയ എമൗണ്ടാണ് ഈ വർഷം സ്പെൻഡ് ചെയ്യേണ്ട CSRന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട എമൗണ്ട്. ഇനി പറയുന്നത് കേട്ടെ, നിങ്ങൾ CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങളുടെ ലോക്കൽ ഏരിയ ചുറ്റുവട്ടത്തിൽ വേണം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ. നിങ്ങളുടെ രജിസ്റ്റേർഡ് ഓഫീസ് ഉള്ളത് ട്രിവാൻഡ്രത്താണ്. എന്നാൽ നിങ്ങൾ എവിടെ വേണം നിങ്ങളുടെ CSRന് വേണ്ടിയിട്ടുള്ള പൈസ സ്പെൻഡ് ചെയ്യാൻ? ട്രിവാൻഡ്രം എന്ന് പറയുന്ന ലോക്കൽ ഏരിയയിൽ വേണം നിങ്ങൾ കൂടുതലും ഫോക്കസ് കൊടുക്കാൻ.
നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ സ്ഥലങ്ങളിൽ കൊടുക്കാം, പക്ഷേ യു ഷുഡ് ഫോക്കസ് ഓൺ യുവർ ലോക്കൽ ഏരിയ. കാര്യം നിങ്ങൾ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന നിങ്ങളുടെ കമ്പനി ഒരു എൻവയൺമെൻറ്റിലാണല്ലോ പ്രവർത്തിക്കുന്നത്. ആ എൻവയൺമെൻറ്റിൽ ഗുണം ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ലോക്കൽ ഏരിയയിൽ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. തൊട്ട് താഴെ ഉണ്ടോ, പ്രൊവൈഡഡ് ദാറ്റ് ദ കമ്പനി ഷാൽ ഗിവ് പ്രിഫറൻസ് ടു ദ ലോക്കൽ ഏരിയ ആൻഡ് ഏരിയാസ് അറൌണ്ട് വിച്ച് ഇറ്റ് ഓപ്പറേറ്റ്സ് ഫോർ സ്പെൻഡിങ് ദി എമൗണ്ട് ഇയർമാർക്ഡ് ഫോർ CSR ആക്ടിവിറ്റി. ഇയർമാർക്ക് എന്ന് വെച്ചാൽ മാറ്റി വെച്ചിരിക്കുന്നു. അടുത്ത ബി പോയിന്റ്, പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇഫ് എ കമ്പനി ഫെയിൽസ് ടു സ്പെൻഡ് സച്ച് എമൗണ്ട്. ശ്രദ്ധിക്കുക, ഈ 2% കിട്ടിയല്ലോ. എത്രയാണ് 2% നമുക്ക് കിട്ടിയത്? 20 lakhs. ഈ 20 lakhs നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോയി അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്തില്ല. എന്നാൽ സ്പെൻഡ് ചെയ്യാത്ത രൂപ എത്രയാണ്, അതിൻ്റെ റീസൺ ഫോർ നോട്ട് സ്പെൻഡിങ്, ഇത് മാത്രം ബോർഡ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾക്ക് CSR ഒബ്ലിഗേഷൻ പ്രകാരം പ്രോഫിറ്റിൻ്റെ ഇത്രയും രൂപ സ്പെൻഡ് ചെയ്യാനുണ്ട്, 2% സ്പെൻഡ് ചെയ്യാനുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 20 lakhs ആണ് സ്പെൻഡ് ചെയ്യാൻ. പക്ഷേ ആ 20 lakhs നിങ്ങൾ സ്പെൻഡ് ചെയ്തില്ല. എന്നാൽ സ്പെൻഡ് ചെയ്യാത്ത റീസൺ നിങ്ങൾ എവിടെ സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി, ബോർഡ് റിപ്പോർട്ടിൽ സ്പെസിഫൈ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആയോ? സി പോയിന്റ് കിടക്കുന്നുണ്ടോ? Provided further that if the company fails to spend such amount, the board shall in its report specify the reason for not spending the amount. ക്ലിയർ ആയോ? അടുത്ത പേജിലെടുത്ത് ഡി പോയിന്റ്, അതായത് പേജ് നമ്പർ 9.34 ഡി പോയിന്റ്. ഇനി ശ്രദ്ധിച്ചേട്ടോ, ഈ CSRൽ സ്പെൻഡ് ചെയ്യാനുള്ള ഈ എമൗണ്ട് കമ്പനിക്ക് വേണമെങ്കിൽ സ്വയമേ സ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസിന് കൊടുത്ത് അവരെ കൊണ്ട് സ്പെൻഡ് ചെയ്യിപ്പിക്കാം. അതായത് ഇപ്പോൾ എഡ്യൂക്കേഷൻ, നമ്മളെ ഹോസ്പിറ്റൽ നടത്തുന്ന കിംസിനോ അല്ലെങ്കിൽ ബേബി മെമ്മോറിയലിനോ എഡ്യൂക്കേഷനിലാണ് അവർ CSRൻ്റെ ഫണ്ട് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവർക്ക് എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീനെ ഏൽപ്പിക്കും, അതായത് ഏതെങ്കിലും ട്രസ്റ്റിനെ ഏൽപ്പിക്കും, എഡ്യൂക്കേഷണൽ ട്രസ്റ്റിനെ. അവർ കമ്പനിക്ക് വേണ്ടിയിട്ട്, അതായത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനോ അല്ലെങ്കിൽ കിംസിനോ വേണ്ടിയിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് CSRൽ അങ്ങ് സ്പെൻഡ് ചെയ്യും. കാര്യം കമ്പനിക്ക് എഡ്യൂക്കേഷനെ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ആരുടെ സഹായം തേടെയാണ്? ഒരു എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ സഹായം തേടെയാണ്. അവർ ത്രൂ ഈ പരിപാടി അങ്ങ് നടത്തും. ഏത് CSR പ്രോജക്റ്റ് അങ്ങ് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അങ്ങനെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസിനെ വേണമെങ്കിൽ കമ്പനിക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞില്ലേ, ബാർക്ലേസ് ബാങ്ക് CSR പ്രോജക്റ്റിൽ ഏർപ്പെട്ടപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിരുന്നെന്ന്. യഥാർത്ഥത്തിൽ ഞാൻ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീൻ്റെ ഭാഗമായിരുന്നു. നിങ്ങൾക്ക് ആർട്ട് ഓഫ് ലിവിങ് അറിയാവോ? അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ്ങിനാണ് ബാർക്ലേസ് ബാങ്ക് CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ പൈസയും ട്രാൻസ്ഫർ ചെയ്തത്. എന്നിട്ട് ആർട്ട് ഓഫ് ലിവിങ് ആയിരുന്നു CSR ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടത്. ആർക്ക് വേണ്ടിയിട്ട്? ബാർക്ലേസ് ബാങ്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ട്രസ്റ്റ് ഇല്ലേ, ആ ട്രസ്റ്റ് ആർക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു? ബാർക്ലേസ് ബാങ്കിന് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. ബാർക്ലേസ് ബാങ്കിൻ്റെ CSR ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ള പൈസ ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ പൈസ സ്പെൻഡ് ചെയ്യുകയായിരുന്നു. ക്ലിയർ ആയോ? നമ്മൾ ഉപയോഗിച്ചത് അത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരുന്നു. എഡ്യൂക്കേഷൻ എന്താണെന്ന് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ഏതൊക്കെ ആക്ടിവിറ്റീസിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നീട്. ഓക്കെ, അപ്പോൾ ഡി പോയിന്റ്, കമ്പനീസ് മേ ബിൽഡ് CSR കപ്പാസിറ്റീസ് ഓഫ് ദെയർ ഓൺ പേഴ്സണൽ. വേണമെങ്കിൽ CSR ആക്ടിവിറ്റീസിൽ കമ്പനിക്ക് സ്വയമേ ഏർപ്പെടാം, അവരുടെ കമ്പനിയുടെ എംപ്ലോയീസൊക്കെ ഉപയോഗിച്ചുകൊണ്ട്. ആസ് വെൽ ആസ് ദോസ് ഓഫ് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ്. അതാണ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി. ത്രൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് എസ്റ്റാബ്ലിഷ്ഡ് ട്രാക്ക് റെക്കോർഡ് ഓഫ് അറ്റ്ലീസ്റ്റ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. അപ്പോൾ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസിനെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരൊന്നെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് സൊസൈറ്റി ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 8 ആയിരിക്കണം. അപ്പോൾ ഈ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചിട്ടും വേണമെങ്കിൽ കമ്പനിക്ക് CSR ഒബ്ലിഗേഷൻസ് പൂർത്തീകരിക്കാം. അങ്ങനെ പൂർത്തീകരിക്കുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങൾ നിലവിൽ വന്നിട്ട് 3 വർഷം ആയിരിക്കണം. പിന്നെ അവർക്ക് റെപ്യൂട്ടേഷൻ ഉണ്ടാവണം, ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം. ഇതുപോലത്തുള്ള ആക്ടിവിറ്റീസിലാണ് അവർ ഏർപ്പെടുന്നത്. ഇതുപോലത്തുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനാണ് അവരെ രൂപീകരിച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? അതുകൂടാതെ ശ്രദ്ധിച്ച് വെക്കുക, CSRൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾക്ക് ചില എക്സ്പെൻഡിച്ചർ ചിലവാകും, അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻഡിച്ചർ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു CA സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ കോഴ്സ് 10,000 rupees കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു CSR ആക്ടിവിറ്റിയിലാണ് ഏർപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ഈ 10,000 rupees ആര് തരണമെന്ന് വെച്ചാൽ ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഈ 10,000 rupeesൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് പഠിപ്പിക്കാൻ. ഓക്കെ, അപ്പം ഈ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള സ്റ്റുഡൻസ് ആണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ കമ്പനിയിലെ ഒരു എംപ്ലോയിനെ നിയമിച്ചിട്ടുണ്ട്. അയാൾക്കൊരു ടേബിളും ചെയറും പേനയും പിന്നെ ബുക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യും ഈ ഒരു പർട്ടിക്കുലർ ഓഫീസറിനെ. ആ ഓഫീസർ നിങ്ങളുടെ റെക്കോർഡെല്ലാം പരിശോധിച്ചതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 10,000 രൂപ അങ്ങ് തരും. അല്ലെങ്കിൽ 30,000 രൂപ തന്ന് കോഴ്സ് പഠിക്കാനുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് നിങ്ങളെ ഈ കോഴ്സ് പഠിപ്പിച്ചു തരും.
ക്ലിയർ ആയോ? അപ്പോൾ ആ ആൾ അവിടെ ഇരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ലിസ്റ്റ് എടുക്കാനാണ്. ഏതൊക്കെ പിള്ളേരാണ് എലിജിബിൾ സ്റ്റുഡൻസ് ആണ്, ആരൊക്കെയാണെന്നൊക്കെ ഉള്ള ലിസ്റ്റ് എടുക്കാനാണ്. അയാൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്തു? അയാൾക്കൊരു ടേബിൾ, ചെയർ, ബുക്ക്, പേനയൊക്കെ പ്രൊവൈഡ് ചെയ്തു. ഈ പ്രൊവൈഡ് ചെയ്ത സാധനങ്ങളില്ലേ, ടേബിൾ, ചെയർ, പേന, ബുക്ക്, ഇതെല്ലാം അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസാണ്. ക്ലിയർ ആയോ? അപ്പം ഞാൻ പറഞ്ഞു CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് എത്രയാണ്? 20 lakhs. ഓർമ്മയുണ്ടോ ആ എക്സാമ്പിൾ? ഈ 20 lakhsലെ 5% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 lakh ആണ്. അത്രയും രൂപ വരെ ആകാവൂ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ്. ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് ഹാവ് ബീൻ ക്യാപ്ഡ് to 5% of the total CSR expenditure. അപ്പോൾ 20 ലക്ഷമാണ് നിങ്ങളുടെ ടോട്ടൽ CSR എക്സ്പെൻഡിച്ചർ. എന്നാൽ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എത്രയാവും? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 5% ആകാവൂ, അതായത് 1 lakh ആകാവൂ. അപ്പോൾ ഈ ടേബിളിൻ്റെയും ചെയറിൻ്റെയും പേനയുടെയും ഇയാൾക്ക് കൊടുക്കാനുള്ള ശമ്പളവും ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര രൂപ വരെ ആകാവൂ? മാക്സിമം 1 ലക്ഷം രൂപ വരെ ആകാവൂ. അതും കൂടെ പറയുന്നുണ്ട് ഈ ഡി പോയിന്റിൽ. But such expenditure, including expenditure on administrative overhead, shall not exceed 5% of the total expenditure of the company in one financial year. Clear ആയോ? അപ്പോൾ administrative expenses are capped at what percentage? 5%. Example, XYZ Limited is a listed company having turnover of 1,200 crores during the financial year 2017-18. എന്നാൽ 18-19 എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ അവർ CSR കമ്മിറ്റി രൂപീകരിക്കണം. അവർ പിന്നെ 2% ഒക്കെ സ്പെൻഡ് ചെയ്യണം. ആണോ? ദ CSR കമ്മിറ്റി ഓഫ് ദ ബോർഡ് ഓഫ് ദ കമ്പനി ഫോർമുലേറ്റഡ് ആൻഡ് റെക്കമെൻഡഡ് എ CSR പ്രോജക്ട് വിച്ച് വാസ് അപ്രൂവ്ഡ് ബൈ ദ ബോർഡ്. ദ കമ്പനി ഫൈനലൈസ് ദ പ്രോജക്ട് അണ്ടർ ഇറ്റ്സ് CSR ഇനിഷ്യേറ്റീവ്സ് വിച്ച് റിക്വയർ 5% ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി ഫോർ ലാസ്റ്റ് 3 years. അപ്പോൾ 2%നെയും കാട്ടി കൂടുതൽ 5% വരെ ചിലവാക്കേണ്ടി വരും ഈ CSR പ്രൊജക്റ്റിൽ ഏർപ്പെടുകയാണെങ്കിൽ. ചോദ്യം എന്ന് പറയുന്നത്, വിൽ സച്ച് എക്സസ് എക്സ്പെൻസ് ടു ബി counted in subsequent financial years as part of CSR expenditure. അപ്പോൾ ഇവർ എത്രയാണ് സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വർഷം? 5%. എത്ര സ്പെൻഡ് ചെയ്താൽ മാത്രം മതി? 2% വരെ മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 3% അവർ എക്സസ് സ്പെൻഡ് ചെയ്തില്ലേ, അത് ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തെ CSR എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുമോ എന്നാണ്. അങ്ങനെ കാണിക്കാൻ പറ്റില്ല. കാര്യം പ്രൊവിഷനിൽ പറയുന്നത് സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 2% എന്നാണ്. അപ്പോൾ ഓവർ ആൻഡ് അബവ് ഇഫ് യു ആർ സ്പെൻഡിങ്, ഇറ്റ് വിൽ ബി സ്റ്റിൽ കൺസിഡേർഡ് ആസ് CSR expenditure, but you can't carry forward that excess expenditure to the next financial year. In terms of Section 135, Subsection 5 of the Companies Act 2013, the board of directors of every company in which Section 135 is applicable shall ensure that the company spends in every financial year at least 2% of average net profits of the company made during the immediately 3 preceding financial years in pursuance of its CSR policy. There is no provision for carry forward of excess expenditure to the next year or years. The words used in the section are at least. Therefore, any expenditure over and above 2% would be considered as voluntary higher spending. ക്ലിയർ ആയോ പറഞ്ഞത്? ഇനി അടുത്തതെന്ന് പറയുന്നത് CSR activities. CSR activities എന്ന് പറയുന്നത് റൂൾ 4 of the company CSR Policy Rules 2014 states that various CSR activities that shall be undertaken by the company. ഇനി ഏതൊക്കെയാണ്? ഞാൻ പറഞ്ഞു CSR ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ ഷെഡ്യൂൾ 7 പ്രകാരമുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടണം. പിന്നെ കമ്പനിയുടെ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ആകുന്ന ആക്ടിവിറ്റീസ് ആവരുത്. ആണല്ലോ ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. ദ CSR ആക്ടിവിറ്റീസ് ഷാൽ ബി അണ്ടർടേക്കൻ ബൈ ദ കമ്പനി ആസ് പെർ CSR പോളിസി ആസ് പ്രോജക്ട്സ് ഓഫ് പ്രോഗ്രാംസ് ഓഫ് ആക്ടിവിറ്റീസ് എക്സ്ക്ലൂഡിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൻ ഇൻ പേഴ്സൺസ് ഓഫ് ഇറ്റ്സ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്. അപ്പോൾ കിംസ് ആണെങ്കിൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആണെങ്കിൽ അവർ ഹെൽത്ത് കെയറിനകത്ത് സ്പെൻഡ് ചെയ്യരുത് അവരുടെ CSR അമൗണ്ടുകൾ. രണ്ടാമത്തെ പോയിന്റ്, ദ ബോർഡ് of a company may decide to undertake CSR activities approved by the CSR committee through, ഞാൻ പറഞ്ഞു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ത്രൂ വേണമെങ്കിൽ CSR ആക്ടിവിറ്റീസിൽ ഏർപ്പെടാമെന്ന്. ആണല്ലോ. ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസീസ് ആരൊക്കെയാണെന്നാണ് താഴെ പറയുന്നത്. എ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ Section 8 of the Act. അപ്പോൾ Section 8 കമ്പനി ഓർ രജിസ്റ്റേർഡ് ട്രസ്റ്റ് ഓർ രജിസ്റ്റേർഡ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ കമ്പനി either singly or along with any other company. കമ്പനിക്ക് വേണമെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റ് രൂപീകരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് സൊസൈറ്റി രൂപീകരിക്കാം, അല്ലെങ്കിൽ ഒരു Section 8 കമ്പനി രൂപീകരിക്കാം. കമ്പനിക്ക് വേണമെങ്കിൽ, നമ്മളുടെ കമ്പനിക്ക് തന്നെ, CSR ബാധകമുള്ള കമ്പനിക്ക് തന്നെ. എന്തിനാ? ഈ കമ്പനി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും CSRൽ അവർ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ CSRൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ സൊസൈറ്റി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവർ CSRൽ ഏർപ്പെടുന്നത്. അല്ലെങ്കിൽ ഒന്നെങ്കിൽ സിംഗിളി എന്ന് പറഞ്ഞാൽ ആ കമ്പനിക്ക് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ വേറെ പല കമ്പനികളും കൂടെ ചേർന്ന്. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ബേബി മെമ്മോറിയലിന് CSR ഒബ്ലിഗേഷനുണ്ട്, കിംസ് ഹോസ്പിറ്റലിനും CSR ഒബ്ലിഗേഷനുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഹോസ്പിറ്റൽസുമാണ്. ഇവർ രണ്ടുപേരും എന്തെന്ന് വെച്ചാൽ CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ളത് ബേബി മെമ്മോറിയലിന് 10 കോടിയും കിംസിന് സ്പെൻഡ് ചെയ്യാനുള്ളത് 20 കോടിയും. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ഈ 30 കോടി അവർ പൂൾ ചെയ്തിട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചിട്ട് ഈ 30 കോടി ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സ്കൂള് അവർ പണിയുന്നത്. ക്ലിയർ ആയോ?
20 കോടിയാണെങ്കിൽ ചിലപ്പം വലിയ രീതിയിൽ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. 10 കോടിയാണെങ്കിൽ വലിയ രീതിയിൽ സ്കൂൾ ഉണ്ടാക്കാൻ പറ്റത്തില്ല. പക്ഷെ 30 കോടിയാണെങ്കിൽ വലിയൊരു സ്കൂൾ ഉണ്ടാക്കാം, കുറേ പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റും. അപ്പം ഇവർ രണ്ടുപേരും അവരുടെ CSR ഒബ്ലിഗേഷൻ ഒരുമിച്ച് വന്ന് സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കും. ആ ട്രസ്റ്റിന് ഈ 30 കോടി കൊടുക്കും. എന്നിട്ട് ആ ട്രസ്റ്റ് ആയിരിക്കും ഈ 30 കോടി ഉപയോഗിച്ചിട്ട് സ്കൂളൊക്കെ പണിയുന്നത്. അതാണ് സിംഗിളി ഓർ അലോങ് വിത്ത് എനി അതർ കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓർ a company established under Section 8 of the Act, or a registered trust or a registered society established by central government or state government or any entity under an act of parliament or state legislature. അപ്പോൾ വേണമെങ്കിൽ ഇവർ ത്രൂവും ചെയ്യാം. വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു Section 8 കമ്പനി, അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റ്, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് സൊസൈറ്റി. ആര് രൂപീകരിച്ചത്? സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ രൂപീകരിച്ചത്. ഓക്കെ. തൊട്ട് താഴെ പ്രൊവൈഡഡ് that if the board of a company decides to undertake its CSR activity through a company established under Section 8 of the Act, or registered trust or registered society other than those specified in this sub-rule, അതായത് ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന Section 8 കമ്പനിയോ രജിസ്റ്റേർഡ് ട്രസ്റ്റോ രജിസ്റ്റേർഡ് സൊസൈറ്റിയോ അല്ലാത്ത ഏതെങ്കിലും ട്രസ്റ്റോ സൊസൈറ്റിയോ Section 8 കമ്പനിയോ ആണെങ്കിൽ അവർക്ക് 3 വർഷത്തെ ട്രാക്ക് റെക്കോർഡുള്ള അങ്ങനെ കമ്പനികളായിരിക്കണം, അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ സൊസൈറ്റി ആയിരിക്കണം. അത്രേ ഉള്ളൂ. Other than those specified in this sub-rule, such company or trust or society shall have an established track record of 3 years in undertaking similar programs, projects, and the company has specified the programs to be undertaken, the modalities of utilization of fund. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പാരഗ്രാഫിൽ പ്രൊവൈഡഡ്, അതാണ് ആർട്ട് ഓഫ് ലിവിങ് വരുന്നത്. അപ്പോൾ ബാർക്ലേസ് ബാങ്ക് രൂപീകരിച്ച ട്രസ്റ്റ് അല്ല ആർട്ട് ഓഫ് ലിവിങ്. ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു ട്രസ്റ്റാണ്. അവർക്ക് എന്തുണ്ട്? ട്രാക്ക് റെക്കോർഡുണ്ട്. അപ്പോൾ അവർ ത്രൂ ആണ് ഇതെല്ലാം ചെയ്തത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി തേർഡ് പോയിന്റ്, ഞാൻ പറഞ്ഞു ബേബി മെമ്മോറിയൽ എന്ന് പറയുന്ന ഒരു കമ്പനിയും കിംസ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന കമ്പനിയും കൂടെ ചേർന്ന് വന്നിട്ടാണ് അവർ എന്ത് സ്പെൻഡ് ചെയ്തത്? CSRന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ സ്പെൻഡ് ചെയ്തത്. എന്നാൽ അവരുടെ ബോർഡ് റിപ്പോർട്ടിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം അവർ സ്പെൻഡ് ചെയ്ത പോർഷൻ ഓഫ് മണി എത്രയാണ്. അപ്പോൾ കിംസ് 20 crores സ്പെൻഡ് ചെയ്തെന്ന് കാണിക്കും, ബേബി മെമ്മോറിയൽ 10 crores സ്പെൻഡ് ചെയ്യുന്ന കാണിക്കും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം. ഓക്കെ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം അവരുടെ ബോർഡ് റിപ്പോർട്ടിൽ. A company may also collaborate with other companies who are undertaking projects or programs or CSR activities in such manner that the CSR committees of respective companies are in a position to report separately on such projects or programs in accordance with these rules. തൊട്ട് താഴെ ഞാൻ പറഞ്ഞു ലോക്കൽ ഏരിയയിൽ വേണം സ്പെൻഡ് ചെയ്യാൻ, അത് കൂടാതെ ഇന്ത്യയിൽ തന്നെ വേണം സ്പെൻഡ് ചെയ്യാൻ. ഇന്ത്യയിലല്ലാതെ ഫോറിനിൽ സ്പെൻഡ് ചെയ്യുന്ന CSR amount won't be considered as CSR spending of the company under നമ്മളുടെ CSR provisions. അപ്പോൾ ഇന്ത്യയിൽ തന്നെ സ്പെൻഡ് ചെയ്യണം CSRന് വേണ്ടിയിട്ടുള്ള പൈസയെല്ലാം. Subject to provisions contained in Section 135(5), the CSR projects or programs or activities undertaken in India only shall amount to CSR expenditure. Clear ആയോ? പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നത് ചോദിച്ചേട്ടെ, കമ്പനി CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ആർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ബെനിഫിറ്റ്സ് ഓൺലി ദി എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ആൻഡ് ദെയർ ഫാമിലി. അപ്പോൾ പൊതുജനങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടോ? ഇല്ല. പക്ഷെ ആർക്ക് ബെനിഫിറ്റ് ഉണ്ട്? കമ്പനിയുടെ എംപ്ലോയീസിനും കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ ഫാമിലീസിനും. എന്നാൽ അത് CSR എക്സ്പെൻഡിച്ചറായിട്ട് കാണത്തില്ല. അപ്പോൾ ആർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും? പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അല്ലാതെ കമ്പനിയുടെ എംപ്ലോയീസും കമ്പനിയുടെ എംപ്ലോയീസിൻ്റെ ഫാമിലിക്ക് സ്പെൻഡ് ചെയ്താൽ അത് CSR എക്സ്പെൻഡിച്ചറായിട്ട് കരുതത്തില്ല. The CSR projects or programs or activities that benefit only the employees of the company and their family shall not be considered as CSR activities in accordance with the Section 135 of the Act. ക്ലിയർ ആയോ? അത് കൂടാതെ ഞാൻ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് എത്ര വരാവൂ? 5% വരെ വരാവൂ. ആ 2%ൻ്റെ 5% വരെ വരാവൂ. അതായത് 20 lakhsൻ്റെ 5% വരാവൂ. ദാറ്റ് ഇസ് 1 lakh. Companies may build CSR capacities of their own personnel as well as those of implementing agencies through institutions with established track records of at least 3 financial years, but such expenditure, including expenditure on administrative overhead, shall not exceed 5% of total expenditure of the company in 1 financial year. ഏറ്റവും അവസാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പൊളിറ്റിക്കൽ പാർട്ടിക്ക് കോൺട്രിബ്യൂഷൻ വല്ലതും നൽകുകയാണെങ്കിൽ ദാറ്റ് കോൺട്രിബ്യൂഷൻ ഷാൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് CSR എക്സ്പെൻഡിച്ചർ. This political contribution can be directly or indirectly. Contribution of any amount directly or indirectly to any political party under Section 182 നിങ്ങൾ ഓഡിറ്റിംഗിൽ പഠിക്കും, കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഷാൽ നോട്ട് ബി കൺസിഡർഡ് ആസ് CSR ആക്ടിവിറ്റി. തൊട്ടതാണ് എക്സാമ്പിൾ, ADV Limited is engaged in the business of construction and has various projects which are under execution in Delhi, National Capital Region. The company is also looking for new projects, particularly in southern part of India, based on an understanding that the margins are very high over there. At the wage 9.36. During the year ended 31 March 2018, the company got covered with the requirements of CSR. Considering the nature of its business, company has large employee base. അപ്പോൾ കുറേ എംപ്ലോയീസ് ഉണ്ട് കമ്പനിക്ക്.
and it decided to spend CSR on some activities related to construction which would benefit its employees. ചിലപ്പം എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് വീടൊക്കെ പണിഞ്ഞു കൊടുക്കാനായിരിക്കും, ആൻഡ് വുഡ് ഇൻഡയറക്ട്ലി ഓൾസോ ഹെൽപ്പ് ദ ബിസിനസ് ഓഫ് ദ കമ്പനി. എംപ്ലോയീസ് സന്തുഷ്ടമാണെങ്കിൽ the business also will be happy, right? I mean the business also will progress fast, right? Because employees are happy, then they'll feel motivated to work hard. അപ്പോൾ എംപ്ലോയീസിന് വേണ്ടി മാത്രം സ്പെൻഡ് ചെയ്യുന്നത് CSR ആയിട്ട് കണക്കാക്കാവോ? പറ്റില്ല അല്ലേ? സൊല്യൂഷൻ: ആസ് പെർ റിക്വയർമെന്റ്സ് ഓഫ് CSR, the projects or programs or activities that benefit only the employees of the company and their family shall not be considered as CSR activities in accordance with Section 135 of the Act. Accordingly, in the given case, the activity planned by the company related to its business only, and that too only for the benefits of its employees, would not be considered as part of CSR. അപ്പോൾ building something for free to the employees would not be considered as CSR activity. ആണല്ലോ. എക്സെപ്ഷൻ ടു CSR activities. അതായത് ഇനി പറയുന്ന താഴെ പറയുന്ന ഈ 3 ആക്ടിവിറ്റീസ് എന്തിൻ്റെ ഭാഗമാകത്തില്ല? CSR എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമാകത്തില്ല. നിങ്ങൾക്കറിയാം, ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഔട്ട്സൈഡ് ഇന്ത്യ. അതുകൂടാതെ ആക്ടിവിറ്റീസ് ദാറ്റ് ബെനിഫിറ്റ് ഓൺലി എംപ്ലോയീസ് ഓഫ് ദ കമ്പനി ആൻഡ് ദെയർ ഫാമിലീസ്. അതുകൂടാതെ കോൺട്രിബ്യൂഷൻ ടു പൊളിറ്റിക്കൽ പാർട്ടീസ്, അത് ഡയറക്റ്റ്ലി ആകാം, ഇൻഡയറക്റ്റ്ലി ആകാം. ഈ 3 രീതിയിൽ നിങ്ങൾ CSRൻ്റെ പൈസ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് CSR എക്സ്പെൻഡിച്ചർ. സിമ്പിളാണല്ലോ. എക്സെപ്ഷൻസ് ടു CSR ആക്ടിവിറ്റി, ആ 3 പോയിന്റ് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കിയാൽ മതി, ഞാനത് വായിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ആവറേജ് നെറ്റ് പ്രോഫിറ്റ്. ഞാൻ ഈ പറഞ്ഞില്ലേ, നെറ്റ് പ്രോഫിറ്റ് നമ്മൾ 3 വർഷത്തെ പ്രിസീഡിങ് 3 വർഷത്തെ എടുത്തിട്ട് ആവറേജ് എടുത്തിട്ട് 2% എടുക്കുമെന്ന്. ഈ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഫിഗറിൽ 2 കാര്യങ്ങൾ ഒഴിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഫിഗറായിട്ട് എടുക്കാനുള്ളത്. തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ ഫിഗർ എടുക്കേണ്ട നെറ്റ് പ്രോഫിറ്റ്, അതിൽ നിന്ന് 2 കാര്യങ്ങൾ ഒഴിക്കണം. If there is these 2 amounts, then you have to deduct these 2 amounts from those 3 profit and figures. Clear ആയോ? അപ്പോൾ here, calculation of average net profit. Here average net profit shall be calculated in accordance with the provisions of section 198. 198 നിങ്ങൾ ഫൈനലിൽ പഠിക്കും. അത് കൂടാതെ നെറ്റ് പ്രോഫിറ്റ് ഷാൽ നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. അപ്പോൾ ഈ 2 അമൗണ്ട് നെറ്റ് പ്രോഫിറ്റിൻ്റെ അമൗണ്ടിനകത്ത് വരികയാണെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യണം, എന്നിട്ട് ആവറേജ് എടുത്തിട്ട് അതിൻ്റെ 2% എടുക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഏത് 2 അമൗണ്ടാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത്? ഓവർസീസ് ബ്രാഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ, ഓവർസീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും ബ്രാഞ്ചിനെയാണ് ഓവർസീസ് ബ്രാഞ്ച് എന്ന് പറയുന്നത്. ആ ബ്രാഞ്ചിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റ് വല്ലതും നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ആ പ്രോഫിറ്റ് നിങ്ങൾ ഏത് പ്രോഫിറ്റ് ചെയ്ത് മാറ്റണം? നിങ്ങൾ ആവറേജ് നെറ്റ് പ്രോഫിറ്റ് എടുക്കുമ്പോൾ ആ പ്രോഫിറ്റ് കുറച്ചിട്ടുള്ള ഇന്ത്യയിലുള്ള പ്രോഫിറ്റുകൾ മാത്രമേ എടുക്കാവൂ എന്നാണ് അതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ഇന്ത്യയിലുള്ള പ്രോഫിറ്റ് മാത്രമേ എടുക്കാവൂ. ഓവർസീസ് ബ്രാഞ്ച് വല്ലതും ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് നിങ്ങൾ എന്തിൻ്റെ കാൽക്കുലേഷൻ എടുക്കരുത്? ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എടുക്കരുത്. തൊട്ട് മുമ്പത്തെ 3 വർഷത്തെ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എടുക്കരുത്. ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ. എനി പ്രോഫിറ്റ് അറൈസിംഗ് ഫ്രം എനി ഓവർസീസ് ബ്രാഞ്ച് ഓർ ബ്രാഞ്ചസ് ഓഫ് ദ കമ്പനി വെദർ ഓപ്പറേറ്റഡ് ആസ് എ സെപ്പറേറ്റ് കമ്പനി ഓർ അതർവൈസ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓവർസീസ് ബ്രാഞ്ചസ്. ക്ലിയർ ആയോ? അപ്പോൾ ഓവർസീസ് ബ്രാഞ്ചസിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾ എന്തിനകത്ത് എടുക്കരുത്? ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷനിൽ എടുക്കരുത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കേട്ടോ, നമ്മളെ കമ്പനി എന്ന് പറയുന്ന ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. നമ്മളെ കമ്പനി എന്താണ്? ഹോൾഡിംഗ് കമ്പനി. അപ്പോൾ നമ്മളെ കമ്പനിക്ക് എന്തുണ്ട്? സബ്സിഡറി കമ്പനീസ് ഉണ്ട്. നമ്മളുടെ സബ്സിഡറി കമ്പനീസിനും CSR ആപ്ലിക്കബിൾ ആണെന്ന് വിചാരിച്ചോ? CSR ആപ്ലിക്കബിൾ ആയിട്ടുള്ള സബ്സിഡറീസ് കമ്പനീസ് ചിലപ്പോൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തെന്നിരിക്കാം. അവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ ആർക്ക് ഡിവിഡൻഡ് കിട്ടാനുള്ള അവകാശമുണ്ട്? ഹോൾഡിംഗ് കമ്പനിയായ നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. നമ്മൾക്ക് ഡിവിഡൻഡ് ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മളുടെ P&Lന്റെ ഇൻകം സൈഡിൽ പോയി അത് കിടക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കിട്ടിയ ഡിവിഡൻഡ് എക്സ്ക്ലൂഡ് ചെയ്യണം. എപ്പോഴും എക്സ്ക്ലൂഡ് ചെയ്യാവൂ? ഈ ഡിവിഡൻഡ് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് ഈ ഡിവിഡൻഡ് തന്ന കമ്പനിക്ക്, തന്ന സബ്സിഡറി ആയിട്ടുള്ള കമ്പനിക്ക് എന്ത് ബാധകം? CSR ബാധകം. എന്നാൽ നമ്മളെ കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്ന് എന്ത് കുറയ്ക്കണം? അങ്ങനെ നിന്ന് കിട്ടിയ ഒരു കമ്പനിയുടെ ഡിവിഡൻഡ് കുറയ്ക്കണം. രണ്ടാമത്തെ പോയിന്റ്, എനി ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം അതർ കമ്പനീസ് ഇൻ ഇന്ത്യ വിച്ച് ആർ കവേർഡ് അണ്ടർ ആൻഡ് കംപ്ലൈയിങ് വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 135. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഡിവിഡൻഡ് കിട്ടി സബ്സിഡറി കമ്പനികളുടെ നിന്ന്. ഈ സബ്സിഡറി കമ്പനികൾക്ക് എന്ത് ബാധകമാണ്? CSR ബാധകമാണ്. എന്നാൽ ആ ഡിവിഡൻഡ് എവിടെ നിന്ന് എടുത്ത് മാറ്റണം? നമ്മളെ പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കണം. എന്നിട്ട് കിട്ടുന്ന ബാക്കിയുള്ള പ്രോഫിറ്റിൻ്റെ മേളിലായിരിക്കണം ആവറേജ് കണ്ടുപിടിക്കേണ്ടത്, 2% എടുക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് 2 ഫിഗർ ഒഴിവാക്കണം. ഏതൊക്കെയാണ്? ഒന്ന് ഓവർസീസ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ്, പിന്നെ ഡിവിഡൻഡ് ഫ്രം കമ്പനീസ് വിച്ച് ആർ കംപ്ലൈയിങ് വിത്ത് Section 135. Clear ആയോ? However, net profits in respect of financial year for which relevant financial statements were prepared in accordance with the provisions of Companies Act 1956. Okay, അത് നിങ്ങൾ നോക്കണ്ട. 2013 ആണെങ്കിൽ 2013, 12, 11, 10 അതൊക്കെ 1956 ആക്ട് പ്രകാരം നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്ത്. എന്നാൽ അതൊന്ന് റീകമ്പ്യൂട്ട് ചെയ്യണ്ടെന്നാണ് പറയുന്നത്. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ,
അതുകൂടാതെ ഇറ്റ് ഇസ് ഫർദർ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ കേസ് ഓഫ് എ ഫോറിൻ കമ്പനി കവേർഡ് അണ്ടർ ദീസ് റൂൾസ് നെറ്റ് പ്രോഫിറ്റ് മീൻസ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് സച്ച് കമ്പനി. അത് സെക്ഷൻ 381 പ്രകാരവും 198 പ്രകാരവും ഒക്കെ കമ്പ്യൂട്ട് ചെയ്തത്. 381 എന്ന് പറഞ്ഞാൽ ഫോറിൻ കമ്പനിയുടെ ബാലൻസ് ഷീറ്റൊക്കെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഇതെല്ലാം എവിടെ പറയും? ഫൈനലിൽ നിങ്ങൾ പഠിക്കും, ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് CSR റിപ്പോർട്ടിംഗ്, പേജ് നമ്പർ 9.37. ഞാൻ പറഞ്ഞിട്ടുണ്ട് CSRൻ്റെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ റിപ്പോർട്ട് ചെയ്യണം? ബോർഡ് റിപ്പോർട്ടിൽ കാണിക്കണം. ക്ലിയർ ആയോ? The board's report of a company covered under these rules pertaining to a financial year commencing on or after shall include an annual report on CSR. അതുകൂടാതെ ഫോറിൻ കമ്പനിക്കും CSR ബാധകമാണെങ്കിൽ ഫോറിൻ കമ്പനിക്ക് ഈ ബോർഡ് റിപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫോറിൻ കമ്പനി, ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഫോറിൻ കമ്പനി എന്ത് അയച്ചു കൊടുക്കും രജിസ്ട്രാറിന്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ ആ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കൂടെ ഒരു അനക്സ്റ്ററിനകത്ത് CSRനെ പറ്റി പറഞ്ഞാൽ മതി. ഇൻ കേസ് ഓഫ് എ ഫോറിൻ കമ്പനി ദ ബാലൻസ് ഷീറ്റ് ഫയൽഡ് അണ്ടർ സെക്ഷൻ 381(1)(b ഷാൽ കണ്ടെയ്ൻ ആൻ അനക്സ്റ്റർ റിഗാർഡിംഗ് റിപ്പോർട്ട് ഓൺ CSR. സിമ്പിൾ അല്ലേ? അടുത്തത് ആക്ടിവിറ്റി സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 7. ഞാൻ പറഞ്ഞു ഷെഡ്യൂൾ 7 പല തരത്തിലുള്ള ആക്ടിവിറ്റീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം CSR ആക്ടിവിറ്റീസ് ആണെന്നാണ് ഷെഡ്യൂൾ 7 തന്നെ പറയുന്നത്. അത് കുറേ ഉണ്ട്, ഞാനൊന്ന് ഓട്ടിച്ചിട്ട് വായിക്കുകയാണേ. ഫസ്റ്റ്, ഇറാഡിക്കേറ്റിംഗ് ഹങ്കർ, പവർട്ടി, മാൽന്യൂട്രീഷൻ, പ്രൊമോട്ടിംഗ് ഹെൽത്ത് കെയർ ഇൻക്ലൂഡിംഗ് പ്രിവെൻറ്റീവ് ഹെൽത്ത് കെയർ, ഞാൻ പറഞ്ഞില്ല അതൊക്കെ. രണ്ടാമത് പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, ഇതാണ് ഞാൻ ചെയ്തത്. മൂന്നാമത്തത് പ്രൊമോട്ടിംഗ് ജെൻഡർ ഈക്വാലിറ്റി, വുമൺ എംപവർമെൻറ്റ്, ഓൾഡ് ഏജ് ഹോം, അതൊക്കെയാണ്. നാലാമത്തത് എൻവയൺമെൻറ്റ് റിലേറ്റഡ് ആണ്, കണ്ട ക്ലീൻ ഗംഗ ഫണ്ട്, അതിനകത്തോട്ടൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്ത. പിന്നെ അഞ്ചാമത് പ്രൊട്ടക്ഷൻ ഓഫ് നാഷണൽ ഹെറിറ്റേജ്, ആർട്ട്, പിന്നെ ആർക്കിയോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റുകൾ, ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ്, അതായത് താജ്മഹലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അത് സൂക്ഷിക്കാനും വേണ്ടിയിട്ട് പൈസ വേണമെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. പിന്നെ മെഷേഴ്സ് ഫോർ ബെനിഫിറ്റ് ഓഫ് ആംഡ് ഫോഴ്സസ്, അതായത് മറ്റേ ആർമിക്കാരെയും പിന്നെ ആ വാർ വെറ്ററൻസ് എന്നൊക്കെ പറയും. വാർ വെറ്ററൻസ് എന്ന് പറഞ്ഞാൽ അവർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തികൾ. പിന്നെ വാർ വിഡോസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ്സ് അല്ലെങ്കിൽ സ്പൗസസ്, ദേ പാർട്ടിസിപ്പേറ്റഡ് ഇൻ wars and all, and they became martyred during the war, and the spouse will become a war widow. Okay, അവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയാണെങ്കിൽ അത് CSR ആക്ടിവിറ്റി ആണ്. പിന്നെ പ്രൊമോഷൻ ഓഫ് റൂറൽ സ്പോർട്സ്, നാഷണലി റെക്കഗ്നൈസ് സ്പോർട്സ്, ഒളിമ്പിക് സ്പോർട്സ്, അതായത് ഗുസ്തി, പിന്നെ മറ്റേ കുസ്തി എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് നോർത്ത് ഇന്ത്യയിൽ റെസ്ലിംഗ്. ഓക്കെ, അതുകൂടാതെ മറ്റേ കബഡി, ദീസ് ആർ ഓർ നാഷണലി റെക്കഗ്നൈസ്ഡ് ആൻഡ് ചിലപ്പോൾ റൂറൽ സ്പോർട്സ് ഓൾസോ. പിന്നെ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ മറ്റേ സ്പെഷ്യലി what do you call them? ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിളിന് വേണ്ടിയിട്ട് നടത്തുന്ന സ്പോർട്സാണ് ഈ ഒളിമ്പിക് സ്പോർട്സ്. ഓക്കെ, അടുത്തത് 8th, കോൺട്രിബ്യൂഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. എന്തുകൊണ്ടാണെന്നറിയാം? നമ്മൾ PGBP നിങ്ങൾ പഠിക്കും ഇൻകം ടാക്സിൽ ആണല്ലോ, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് പ്രൊഫഷൻ ആൻഡ് ബിസിനസ് അല്ലേ? അപ്പോൾ അതിനകത്ത് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് പഠിക്കാറുണ്ട്? ബിസിനസ് ആവശ്യങ്ങൾക്കല്ലാതെ സ്പെൻഡ് ചെയ്ത പൈസയെല്ലാം ഡിസലവൻസാണ് ആണല്ലോ. അപ്പോൾ CSRന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കുന്ന പൈസ യഥാർത്ഥത്തിൽ എന്താകും? ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഡിസലവൻസ് ആവും. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന പൈസയ്ക്ക് നിങ്ങൾ എന്ത് കൊടുക്കും? ടാക്സ് കൊടുക്കും. എന്ത് അത്ഭുതം അല്ലേ? അതായത് കമ്പനീസ് ആക്ട് പറയുന്ന ഒരു കാര്യം ചെയ്യണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടി വരും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം. തെമ്മാടുത്തരമല്ലേ? ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? പക്ഷേ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ CSR ആക്ടിവിറ്റീസിൽ ഷെഡ്യൂൾ 7 തന്നെ പറയുന്നുണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താൽ അത് CSR ആക്ടിവിറ്റി പോലെ കരുതുമെന്ന്. നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ചാപ്റ്റർ 6A 80G എന്ന് പറയുന്നൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ പ്രകാരം നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡിഡക്ഷൻ കിട്ടും ആണല്ലോ. അപ്പോൾ മിക്ക കമ്പനീസും ബുദ്ധിയുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? CSR എന്ന് പറഞ്ഞ ഒരു പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ടിലോട്ട് നേരെ കോൺട്രിബ്യൂട്ട് ചെയ്യും. എന്നിട്ട് അത് ഡിസലവൻസ് ആകും. എന്നിട്ട് ചാപ്റ്റർ 6A അത് വീണ്ടും റീക്ലെയിം ചെയ്യും 80G സെക്ഷൻ പ്രകാരം. ക്ലിയർ ആയോ? മിക്ക കമ്പനീസ് ഇതാണ് ചെയ്യുന്നത്. ബുദ്ധി. അടുത്തത് 9th, കോൺട്രിബ്യൂഷൻ ഓഫ് ഫണ്ട്സ് പ്രൊവൈഡഡ് ടു ടെക്നോളജി ഇൻക്യുബേറ്റേഴ്സ് ലൊക്കേറ്റഡ് വിത്തിൻ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് ആർ മറ്റേ ഇൻക്യുബേറ്റേഴ്സും കാര്യങ്ങളൊക്കെ, റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ്. ഓക്കെ, പിന്നെ സ്ലം ഏരിയ ഡെവലപ്മെൻറ്റ്. ഇതെല്ലാം ഷെഡ്യൂൾ 7 പ്രകാരം എന്താണ്? ആക്ടിവിറ്റീസ് ദാറ്റ് റിലേറ്റ് ടു CSR. ക്ലിയർ ആയോ? താഴത്തത് ദി MCA വൈഡ് എന്ന് പറഞ്ഞ C. അപ്പം ജനറൽ സർക്കുലർ നമ്പർ 21/2014 എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് കാണാം? ഹാസ് പ്രൊവൈഡഡ് മെനി ക്ലാരിഫിക്കേഷൻസ് വിത്ത് റിഗാർഡ് ടു പ്രൊവിഷൻസ് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അണ്ടർ സെക്ഷൻ 135 ഓഫ് ദ കമ്പനീസ് ആക്ട് വിച്ച് ആർ അണ്ടർ. അപ്പോൾ ചില ക്ലാരിഫിക്കേഷൻസ് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ ക്ലാരിഫിക്കേഷൻസ്? ശ്രദ്ധിച്ചേക്കുക. ഒന്നെന്ന് പറയുന്നത് ഷെഡ്യൂൾ 7 കൊടുത്തിരിക്കുന്ന ആക്ടിവിറ്റീസ് ലിബറലി വേണം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. വാട്ട് യു മീൻ ബൈ ലിബറലി? ഇത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഇത് തന്നെ എന്നല്ല.
ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾ രണ്ടാമത്തെ ആക്ടിവിറ്റി ശ്രദ്ധിച്ചോ? എഡ്യൂക്കേഷൻ, പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, എൻഹാൻസിംഗ് വൊക്കേഷണൽ സ്കിൽസ് എസ്പെഷ്യലി among children, women, elderly and the differently abled and livelihood enhancement projects. ബാർക്ലേസ് ബാങ്ക് ഞാൻ പറഞ്ഞു അവരുടെ CSR ഫണ്ടെല്ലാം മാർക്ക് ട്രാൻസ്ഫർ ചെയ്തത് ആർട്ട് ഓഫ് ലിവിങ്ങിന്. എന്നിട്ട് ആർട്ട് ഓഫ് ലിവിങ് എടുത്ത പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചേക്കുക. ഞാനും ആ പ്രൊജക്റ്റിൽ ടേക്ക് പാർട്ട് ചെയ്തതാണ്. സോ വാട്ട് വാസ് ദറ്റ് പ്രൊജക്റ്റ് വാസ്, we were providing soft skill training to college going graduate students. Okay, that is those students who are about to graduate. അപ്പോൾ അവർക്ക് ജോലിക്ക് അത്യാവശ്യം ഉണ്ടാവും അല്ലേ? ഗ്രാജുവേറ്റ് ചെയ്താൽ obviously they are either going for their PG, and even for PG students also we did this. So after their PG they have to obviously join some companies and all. So before joining companies you have to make sure your soft skills and your communication skills and all are developed. Also you might go for startups on your own. അപ്പം ഇതിന് വേണ്ടിയിട്ട് എന്നെ റോപ്പിൻ ചെയ്തതെന്ന് വെച്ചാൽ സ്റ്റാർട്ടപ്സ് ആണെങ്കിൽ ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് ആയിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യും, സോൾ പബ്ലിഷിപ്പായിട്ട് സ്റ്റാർട്ടപ്പ് ചെയ്യും, കമ്പനിയായിട്ട് സ്റ്റാർട്ടപ്പ് ചിലപ്പോൾ തുടങ്ങിയെന്നൊക്കെ ഇരിക്കും. അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ്, എങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് രൂപീകരിക്കണം, ഒരു കമ്പനി ആണെങ്കിൽ എങ്ങനെ ഫോം ചെയ്യണം, സോൾ പബ്ലിഷിപ്പ് ആണെങ്കിൽ എങ്ങനെ, പല ഫോമുകൾ, GST രജിസ്ട്രേഷൻ, ഇതിനെയൊക്കെ പറ്റിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ടെക്നിക്കലി സോഫ്റ്റ് സ്കിൽസ് ആയിരുന്നു നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഈ ലൈവ്ലിഹുഡ് എൻഹാൻസ്മെൻറ്റ് പ്രൊജക്റ്റ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അപ്പോൾ വി ലിബറലി ഇൻ്റർപ്രറ്റഡ് ദിസ് പെർട്ടിക്കുലർ സെക്കൻഡ് പോയിന്റ് ഇൻ ഷെഡ്യൂൾ 7. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? വി ആർ പ്രൊവൈഡിങ് സോഫ്റ്റ് സ്കിൽസ്, also providing them knowledge about taxes and incorporating a company and partnership agreement, all those things. Okay, അപ്പോൾ അവിടെ ഞാൻ പ്രൊവൈഡ് ചെയ്ത എഡ്യൂക്കേഷൻ അതായിരുന്നു. Did you understand? It was fairly successful. We went to TKM College. We went to a lot of college actually. So TKM College was also there. TKM College is one of the leading colleges in Kerala. So we were mostly focused on Trivandrum and Kollam areas because എൻ്റെ സ്ഥലം അവിടെ ആയതുകൊണ്ട് ഞാൻ പോകുന്നത് കൂടുതൽ അവിടെ ആയിരുന്നു. Okay, so we were a team. I was one of the members in that team. So ഫസ്റ്റ് പോയിന്റ് പിടികിട്ടിയല്ലോ, ലിബറലി വേണം ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ. The statutory provision and provisions of CSR Rules 2014 is to ensure that while activities undertaken in pursuance of CSR policy must be relatable to Schedule 7 of the Companies Act 2013, the entries in the said Schedule 7 must be interpreted liberally so as to capture the essence of the subjects enumerated in the said schedule. മനസ്സിലായോ? അടുത്തത് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഈ CSR ആക്ടിവിറ്റീസ് ഒരു വൺ ഓഫ് ഇവൻ്റ് ആവരുത്. ഒരിക്കൽ ചെയ്തു നിർത്തി. ഇതിനൊരു കൺസിസ്റ്റൻസി വേണം, സ്ഥിരമായിട്ട് ചെയ്യുന്നതായിരിക്കണം, എന്നാലേ ബെനിഫിറ്റ്സ് അക്രൂ ആവത്തുള്ളൂ. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു സ്കൂൾ പണിഞ്ഞു CSR ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എല്ലാ വർഷവും പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അല്ലാതെ കുറേ പിള്ളേരെ പിടിച്ചിട്ട് കുറച്ച് പൈസയും ബുക്കും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോയി അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, ഫോളോ അപ്പ് ചെയ്തില്ലെങ്കിൽ ഈ പൈസയും ബുക്കും വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നടക്കും. പക്ഷെ ഒരു സ്കൂളൊക്കെ പണിയുകയാണെങ്കിൽ എല്ലാ വർഷവും പാസ്സായ സ്റ്റുഡൻസ് അടുത്ത ക്ലാസ്സിലോട്ട് പോകും. അവർക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സെക്കൻഡ് പോയിന്റിൽ? ഈ CSR ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഏർപ്പെടണം. വൺ ഓഫ് ഇവൻറ്റ്സ് ഒന്നും ചെയ്യരുത്. It is further clarified that CSR activities should be undertaken by the companies in project program mode. One-off events such as marathons, awards, charitable contribution, advertisements, sponsorships of TV programs, etc. would not be qualified as part of CSR expenditures. So this is not consistent enough. It is not consistent spending of CSR amount or expenditure in a particular field. So when you consistently spend, you will reap the benefits. Okay. The third point. ചില കാര്യങ്ങൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറിലി ചെയ്യണമെന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറിലി ചെയ്യാനുള്ള കാര്യം ചെയ്തെന്ന് വന്നിട്ട് അത് CSRൻ്റെ ഭാഗമാണെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, നല്ലൊരു ഉദാഹരണമാണ്. ഞാൻ ഓഡിറ്റോറിയം ചെയ്തിട്ടുണ്ട്, ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരള ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. ഈ പാവപ്പെട്ട പെൺകൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഒരു ദിവസം ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുകയാണെങ്കിൽ ബുക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഫണ്ടുണ്ട്. കേരള ഗവൺമെൻറ് രൂപീകരിച്ചൊരു ഫണ്ടാണ്. അതിൻ്റെ പറയുന്നത് കല്യാണ ഫണ്ട്. അപ്പോൾ ഈ കല്യാണ ഫണ്ടിലോട്ട് നമ്മൾ ഒരു നിക്ഷേപണം നടത്തണം. അപ്പോൾ ഇഫ് യു ആർ ബുക്കിംഗ് ആൻ ഓഡിറ്റോറിയം ഫോർ എ ഡേ, യു വിൽ ഹാവ് ടു സ്പെൻഡ് സം എമൗണ്ട് ഓർ ഗിവ് എ കോൺട്രിബ്യൂഷൻ ടു ദിസ് കല്യാണ ഫണ്ട്. ഓക്കെ, ഈ കല്യാണ ഫണ്ട് ഗവൺമെൻറ് എന്തിനാണ് രൂപീകരിച്ചത്?
കല്യാണ ഫണ്ട് രൂപീകരിച്ചതെന്ന് വെച്ചാൽ ഈ പൈസ ഉപയോഗിച്ചിട്ടായിരിക്കും ഗവൺമെൻറ് പാവപ്പെട്ട കൊച്ചുങ്ങളുടെയും പെൺകുട്ടികളുടെയും കല്യാണം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഈ ഗവൺമെൻറ് ഇങ്ങനെ ഒരു ഫണ്ട് രൂപീകരിച്ചത്? ഇത് സ്റ്റാറ്റ്യൂട്ടറിലി രൂപീകരിച്ചൊരു ഫണ്ടാണ് ഗവൺമെൻറ്റിൻ്റെ. ആണോ അല്ലയോ? നിങ്ങൾ ഈ കല്യാണ ഫണ്ടിലോട്ട് പൈസ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി എന്തിനോ ഒരു ഫംഗ്ഷൻ ഏജിയത്തിന് വേണ്ടി ഒരു ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് കോൺട്രിബ്യൂഷൻ നൽകിയെന്ന് പറഞ്ഞിട്ട് ഈ കോൺട്രിബ്യൂഷൻ എന്തിൻ്റെ ഭാഗമാകില്ല? നിങ്ങളുടെ CSR എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമാകത്തില്ല. കാര്യം നിയമപ്രകാരമായിട്ട്, അതായത് കേരളയിലുള്ള നിയമപ്രകാരമായിട്ട് നിങ്ങൾ ഇതിന് പൈസ കൊടുത്തേ പറ്റൂ. അപ്പോൾ ഒരു നിയമപ്രകാരമായിട്ടുള്ള ഒരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ട് അത് CSR എക്സ്പെൻഡിച്ചർ ആകുമോ? ഇല്ല. ബിക്കോസ് യു ആർ മാൻഡേറ്ററിലി റിക്വയർഡ് ടു ഡു ദാറ്റ് അണ്ടർ സം അതർ law. So it wouldn't be considered as CSR expenditure. Third point, expenses incurred by companies for the fulfillment of any act, statute or of regulations such as labor laws, land acquisition act, etc. would not count as CSR expenditure under the Companies Act. Clear ആയോ? പിന്നെ ഞാൻ പറഞ്ഞു CSRന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പൈസയിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഒക്കെ വരാം. ആ എക്സ്പെൻസ് 5% വരെ ക്യാപ്പ് ചെയ്യാവും. ആ എക്സ്പെൻഡിച്ചർ എന്തിൻ്റെ ഭാഗമാകും? CSRൻ്റെ ഭാഗമാകും. നാലാമത്തെ, salaries paid by the companies to regular CSR staff as well as to volunteers of the companies in proportion to the company's time hours spent specifically on CSR can be factored into CSR project costs as part of CSR expenditure, but it should be capped at 5%. അത്രയേ ഉള്ളൂ. അടുത്തത്, fifth point, any financial year referred under subsection 1 of section 135 of the Companies Act read with company CSR rules implies any of the 3 preceding financial years. അത് നിങ്ങൾക്കറിയാം, തൊട്ട് മുമ്പത്തെ 3 ഫിനാൻഷ്യൽ ഇയർ വരെ ആപ്ലിക്കബിൾ ആവും. എന്തുകൊണ്ടാണ്? ഒരിക്കൽ നിങ്ങൾക്ക് CSR ആപ്ലിക്കബിൾ ആണെങ്കിൽ അടുത്ത 3 വർഷത്തേക്ക് നിങ്ങൾക്ക് CSR ആപ്ലിക്കബിൾ. ഓർമ്മയുണ്ടോ? 4ാമത്തെ വർഷമായിരിക്കും നിങ്ങൾ ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിൽ ഔട്ട് ആവുന്നത്. അതായത് CSR കമ്മിറ്റി ഒന്നും രൂപീകരിക്കേണ്ട ആവശ്യം വരാത്തത്. ഓക്കെ, അടുത്തത് സെർച്ച് വെക്കാം. ഞാൻ അലിയാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു ഇന്ത്യയിൽ. ഇന്ത്യയിലല്ല, ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ. സോറി, ഞാൻ TV ഇടയ്ക്ക് വെച്ചൊന്ന് ശ്രദ്ധിച്ചു, അതുകൊണ്ടാണ് ശബ്ദം വീണ്ടും ഞാൻ TVയിലൂടെ ശ്രദ്ധിക്കുകയായിരുന്നു. ഓക്കെ, തിരിച്ചറിയാണ്. ഞാനിപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ അലിയാൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ട്രിവാൻഡ്രത്താണ്, ട്രിവാൻഡ്രം ടെക്നോ പാർക്കിലാണ്. അലിയാൻസിൻ്റെ ഒരു സബ്സിഡറി ആണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പം നമ്മളുടെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് ജർമ്മനിയിലാണ്. അലിയാൻസ് എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ്. ചേട്ടോ, ഫ്ലഡ് കേരളയിൽ വന്നപ്പോൾ അലിയാൻസ് എന്ന് പറയുന്ന ഹോൾഡിംഗ് കമ്പനി നമ്മളുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സബ്സിഡറി കമ്പനിക്ക് 50 ലക്ഷം രൂപ തന്നിരുന്നു. ഈ 50 ലക്ഷവും നമ്മൾ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തു, നമ്മളുടെ CSR കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേണമെങ്കിൽ ഇന്ത്യൻ സബ്സിഡറീസിന് CSR ആപ്ലിക്കബിൾ ആണെങ്കിൽ ഫോറിൻ ഹോൾഡിംഗ് കമ്പനീസ് ത്രൂ പൈസ കിട്ടിയിട്ട് ഇന്ത്യൻ സബ്സിഡറിക്ക് ആ പൈസ ആർക്ക് കൊടുക്കാൻ പറ്റും? CSR എന്ന് വെച്ചാൽ കൊടുക്കാൻ പറ്റുമെന്നല്ല, CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ഫോറിൻ ഹോൾഡിംഗ് കമ്പനി ഫോർ CSR ആക്ടിവിറ്റീസ് ഇൻ ഇന്ത്യ വിൽ ക്വാളിഫൈ ആസ് CSR സ്പെൻഡ് of the Indian subsidiary if the CSR expenditure are routed through Indian subsidiaries and if the Indian subsidiary is required to do so as per section 135. Clear ആയോ? അപ്പോൾ നിങ്ങൾക്ക് CSR ആക്ടിവിറ്റീസിൽ പൈസ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫോറിൻ ഹോൾഡിംഗ് കമ്പനിയുടെ സഹായം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ ഫോറിൻ ഹോൾഡിംഗ് സബ്സിഡറി ആർക്ക് പൈസ തന്നാൽ മതി? ഈ ഫോറിൻ ഹോൾഡിംഗ് കമ്പനി നമ്മൾ ഇന്ത്യൻ സബ്സിഡറിക്ക് പൈസ തന്നാൽ മതി, അത് ത്രൂ അങ്ങ് സ്പെൻഡ് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത്, രജിസ്റ്റേർഡ് ട്രസ്റ്റ് വുഡ് ഇൻക്ലൂഡ് ട്രസ്റ്റ് രജിസ്റ്റേർഡ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് 1956 ഫോർ ദോസ് സ്റ്റേറ്റ് വേർ രജിസ്ട്രേഷൻ ഓഫ് ട്രസ്റ്റ് ഇസ് നോട്ട് മാൻഡേറ്ററി. 1961 ആണെന്ന് തോന്നുന്നു, പക്ഷേ 1956 ചെയ്തിരിക്കുന്ന ഇൻകം ടാക്സ് ആക്ട് പോട്ടെ, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. അടുത്തത്, ലാസ്റ്റ്, കോൺട്രിബ്യൂഷൻ ടു കോർപ്പസ്. കോർപ്പസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ. അപ്പോൾ വേണമെങ്കിൽ കമ്പനീസിന് കോർപ്പസ് ഡൊണേഷൻ നൽകാം, അതായത് ക്യാപിറ്റലിലോട്ട് ഡൊണേറ്റ് ചെയ്യാം. ആരുടെ ക്യാപിറ്റലിലോട്ട്? ഏതെങ്കിലും സെക്ഷൻ 8 കമ്പനിയുടെയോ സൊസൈറ്റിയുടെയോ ട്രസ്റ്റിൻ്റെയോ ഈ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ക്യാപിറ്റൽ എന്നല്ല വിളിക്കുന്നത്, കോർപ്പസ് ഫണ്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ CSR എക്സ്പെൻഡിച്ചറായിട്ട് ആരുടെ കോർപ്പസിലോട്ട് ഡൊണേറ്റ് ചെയ്യാം? ക്യാപിറ്റലാണെന്ന് പറഞ്ഞ് ഡൊണേറ്റ് ചെയ്യാം. കമ്പനീസിന് CSR എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ട്രസ്റ്റിൻ്റെയോ സൊസൈറ്റിയുടെയോ സെക്ഷൻ 8 കമ്പനിയുടെയോ കോർപ്പസിലോട്ട് ഡൊണേറ്റ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ ടു കോർപ്പസ് ഓഫ് എ ട്രസ്റ്റ് സൊസൈറ്റി സെക്ഷൻ 8 കമ്പനി വിൽ ക്വാളിഫൈ ആസ് CSR എക്സ്പെൻഡിച്ചർ ആസ് ലോങ് ആസ്. പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ഈ ട്രസ്റ്റോ ഈ സൊസൈറ്റിയോ ഈ സെക്ഷൻ 8 കമ്പനിയോ രൂപീകരിച്ചത് ഷെഡ്യൂൾ 7 പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യാനാണ്. അതായത് അവരുടെ ഒബ്ജക്ട് ക്ലോസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഷെഡ്യൂൾ 7 ആക്ടിവിറ്റീസ് ആണ് കാണുന്നത്. അതുകൂടാതെ ഈ കോർപ്പസ് അവർ എന്തിനേ സ്പെൻഡ് ചെയ്യത്തുള്ളൂ? ഈ ഷെഡ്യൂൾ 7 പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യത്തുള്ളൂ. എന്നാൽ കോർപ്പസിലോട്ട് ഡൊണേറ്റ് ചെയ്തോ, എന്നാൽ അത് എന്തായിട്ട് തന്നെ കരുതും? CSR ആക്ടിവിറ്റീസിന് വേണ്ടി സ്പെൻഡ് ചെയ്ത എക്സ്പെൻഡിച്ചറായിട്ട് കരുതിക്കോളും. കോൺട്രിബ്യൂഷൻ
to corpus of a trust society, Section 8 company will qualify as CSR expenditure as long as the trust society company is created exclusively for undertaking CSR activities or where the corpus is created exclusively for a purpose directly relatable to subject or clear ആയോ. ലാസ്റ്റ് പീനൽ പ്രൊവിഷൻ. നിങ്ങൾ സെക്ഷൻ 135 പറഞ്ഞിരിക്കുന്നത് പാലിച്ചില്ലെങ്കിൽ എന്താണ് ശിക്ഷ? ഇത്രയേ ഉള്ളൂ. കമ്പനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് CSRനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബോർഡ് റിപ്പോർട്ടിൽ കാണിക്കണം. ക്ലിയർ ആയോ? ഇനി ബോർഡ് റിപ്പോർട്ടിൽ കാണിക്കണം. അതുകൂടാതെ എപ്പോഴെങ്കിലും CSRന് വേണ്ടിയിട്ട് ചിലവാക്കാനുള്ള മിനിമം പൈസ ഇല്ലേ, അതായത് 2%, അത് സ്പെൻഡ് ചെയ്യാതെ വല്ലതും വെക്കുകയാണെങ്കിൽ അതിൻ്റെ റീസൺ മാത്രം പറഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാത്തതെന്ന് ബോർഡ് ഒരു വിശദീകരണം കൊടുത്താൽ മതി, റീസൺ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. വേറെ പെനാൽറ്റി ഒന്നുമില്ല. ഈ 2 കാര്യങ്ങൾ ചെയ്തേ പറ്റും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എവിടെയാണ് ചെയ്യുന്നത്? ബോർഡ് റിപ്പോർട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബോർഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് CSRനെ പറ്റി പല കാര്യങ്ങളും മെൻഷൻ ചെയ്യണമെന്ന് സെക്ഷൻ 134 ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അപ്പം നിങ്ങൾ ഈ 2 കാര്യങ്ങൾ പറയാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ബോർഡ് റിപ്പോർട്ടിൽ കാണിക്കാനുള്ള ഒരു കാര്യമാണ് കാണിക്കാതിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സെക്ഷൻ 134 വയലേഷനാണ് അവിടെ നടക്കുന്നത്, ബോർഡ് റിപ്പോർട്ടിൻ്റെ. ക്ലിയർ ആയോ? എന്നാൽ നിങ്ങൾക്ക് ബോർഡ് റിപ്പോർട്ടിൽ പറയുന്ന പെനാൽറ്റി ആയിരിക്കും കിട്ടുന്നത്. ഓർക്കുന്നുണ്ടോ? ബോർഡ് റിപ്പോർട്ടിൽ സെക്ഷൻ 134 പ്രകാരം എന്ത് പെനാൽറ്റിയാണ് കിട്ടുന്നത്? കമ്പനിക്ക് 50,000 മിനിമം കിട്ടും, മാക്സിമം 25 lakh വരെ പോകാം. അതുകൂടാതെ ഓഫീസേഴ്സ് ഇൻ ഡിഫോൾട്ട് ആണെങ്കിൽ 3 വർഷം വരെ അകത്ത് കിടക്കാം, അല്ലെങ്കിൽ 50,000 മിനിമം കൊടുക്കേണ്ടി വരും, അത് 5 ലക്ഷം വരെ പോകാം, അല്ലെങ്കിൽ ഭാഗ്യമുള്ള ഓഫീസേഴ്സ് ഇൻ ഡിഫോൾട്ട് ആണെങ്കിൽ 2 കിട്ടും. ഓർക്കുന്നുണ്ടോ? ഇത് ബോർഡ് റിപ്പോർട്ടിൻ്റെ പീനൽ പ്രൊവിഷനാണ്. അതേ പ്രൊവിഷൻ തന്നെ ഇവിടെ ആപ്ലിക്കബിൾ ആവും. ഈ 2 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ. ഏത് 2 കാര്യങ്ങൾ? CSRനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ബോർഡ് റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണം. പൈസ വല്ലതും സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 2% സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ റീസൺ മെൻഷൻ ചെയ്യണം. ഇത് 2 ചെയ്താൽ ഒരു പ്രശ്നമില്ല കേട്ടോ. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ 2% സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പീനൽ പ്രൊവിഷൻ ഒന്നുമില്ല. നിങ്ങൾ സ്പെൻഡ് ചെയ്തില്ല, അതിൻ്റെ റീസൺ ഇതാണ് എന്ന് മാത്രം പറഞ്ഞാൽ മതി ബോർഡ് റിപ്പോർട്ടിൽ. ബോർഡ് റിപ്പോർട്ടിൽ അത് പറഞ്ഞില്ലെങ്കിലോ ബോർഡ് റിപ്പോർട്ടിൻ്റെ വയലേഷൻ്റെ പീനൽ പ്രൊവിഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ CSRൻ്റെ സെക്ഷനിൽ പറയുന്ന പൈസ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, 2% സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയൊന്നുമില്ല. ക്ലിയർ ആയോ? പക്ഷേ വേറെ രീതിയിലും ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 450. നിങ്ങൾക്ക് സെക്ഷൻ 450 ഞാൻ NFRA പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. വേറെ എങ്ങും സ്പെസിഫിക്കലി പെനാൽറ്റി പ്രൊവിഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ സെക്ഷൻ 450 പ്രകാരമുള്ള പെനാൽറ്റി അടിക്കും എന്നുള്ള സെക്ഷനാണ് 450 പറയുന്നത്. അതായത് 10,000 പെർ ഡേ 1,000. അതാണ് ഈ സെക്ഷൻ 450 പെനാൽറ്റി പ്രൊവിഷൻ. അത് അടിക്കാം എന്നാണ് പല ഓതേഴ്സും പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സെക്ഷൻ 135 പീനൽ പ്രൊവിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബോർഡ് റിപ്പോർട്ട് പ്രകാരമുള്ള കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ, അതായത് CSRനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയൊന്നുമില്ല. പക്ഷേ 2% സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷ വല്ലതും ഉണ്ടോ? ഇല്ല. നിങ്ങൾ റീസൺ മാത്രം കാണിച്ചാൽ മതി. എവിടെ? ബോർഡ് റിപ്പോർട്ടിൽ. പക്ഷേ ചിലവർ പറയുന്നത് എന്താ? സെക്ഷൻ 450 പ്രകാരമുള്ള പെനാൽറ്റി നിങ്ങൾക്ക് കിട്ടാം എന്ന് ചിലവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ പീനൽ പ്രൊവിഷൻ. The Companies Act requires that the board's report shall disclose the composition of CSR committee. ആരൊക്കെയാണ് CSR കമ്മിറ്റിയിലുള്ളത്, ഇത് ഏതൊക്കെ ആളാണ്, അവരുടെ ഡയറക്ടേഴ്സിൻ്റെ പേര്, അവർ എത്ര തവണ കണ്ടു, അവരുടെ CSR പോളിസി ഡോക്യുമെൻറ്റ്, ഇതെല്ലാം ബോർഡ് റിപ്പോർട്ടിൽ കാണിക്കണം. ആണല്ലോ? അതുകൂടാതെ if the company fails to spend such amount, that is at least 2% of the average net profit, the board shall disclose and specify the reasons for not spending the amount in its report as per clause O of subsection 3 of section 134. ഇനി നിങ്ങൾ ഈ 2 കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ സെക്ഷൻ 134 പ്രകാരമുള്ള ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആസ് പെർ സെക്ഷൻ 134 of the Companies Act, if the company fails to disclose such information, it shall be punishable with a fine which shall not be less than 50,000 but which may extend to 25 lakhs, and every officer of the company who is in default shall be punishable with imprisonment of a term which may extend to 3 years or with fine which shall not be less than 50,000 but which may extend to 5 lakh rupees or with both. അതുകൂടാതെ നിങ്ങൾ ഓൾസോ സെക്ഷൻ 450 can also be applied here എന്ന് വേണമെങ്കിൽ സൈഡ് ചെയ്തിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? CSR